ഹല്ലേലൂയ. ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഒരു സന്ദർഭം വീണ്ടും കർത്താവ് നൽകിയതോർത്ത് ഞാൻ കർത്താവിനെ നന്ദി കരയേറ്റുന്നു. मैं परमेश्वर का धन्यवाद करता हूँ। आज फिर एक बार ऐसा मौका प्रभु ने हमारे दिया, उसके लिए प्रभु का धन्यवाद। നമ്മള് കഴിഞ്ഞ 2 ദിവസങ്ങളായി ദൈവത്തിന്റെ വചനം പ്രത്യേകിച്ച് യൂദായുടെ ലേഖനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. पिछले 2 दिन यहूदा की पत्री में से हम लोग वचन को मनन कर रहे थे। പ്രത്യേകിച്ച് അതിന്റെ 20-21 വാക്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. खासकर उसका 20 और 21वां वचन हम लोग मनन कर रहे हैं। അവിടെ നമ്മളോടുള്ള എക്സോർട്ടേഷൻസ് ആണ്, പ്രബോധനങ്ങളാണ് അവിടെ നമ്മൾ കാണുന്നത്. हमारे लिए जो उपदेश है वो वहां पर हम देखते हैं। ഒന്നാമത് അവിടെ പറയുന്നത്, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും. അതാണ് ഒന്നാമത്തെ കാര്യം. पहला 20वां आयत में लिखा है, पर हे प्रियो तुम अपने अति पवित्र विश्वास में अपनी उन्नति करते हुए। ये पहला विषय है। Build yourself in the most holy faith. अति पवित्र विश्वास या उस आस्था में हमारा निर्माण करना, उन्नति होना। നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് എഫർട്ട് ഇല്ലാത്തൊരു കാര്യമല്ല. ബിൽഡ് യുവർ സെൽഫ്, നമ്മൾ എഫർട്ട് എടുത്ത് ചെയ്യേണ്ടതായ കാര്യമാണ്. और मैंने कहा ये जो उन्नति पाना है, निर्माण करना है, ये सरल बात नहीं है। इसमें प्रयास करना है, हमें यत्न करना है। തീർച്ചയായും ദൈവമാണ് നമ്മളെ സൂക്ഷിക്കുന്നത് എന്ന് അതിന്റെ അടുത്ത വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. और निश्चित तौर पर उसके अगले आयत में हम देखते हैं परमेश्वर ही हमें सुरक्षित रखता है। വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസനത്തിൽ കളങ്കമില്ലാതെ, 24-ാമത്തെ വാക്യത്തിൽ, കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. യെസ്, അതിനകത്ത് തീർച്ചയായും ദൈവം നമ്മളെ നിലനിർത്തുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. 24वें आयत में हम पढ़ते हैं, अब जो तुम्हें ठोकर खाने से बचा सकता है और अपनी महिमा की भरपूरी के सामने मगन और निर्दोष करके खड़ा कर सकता है, निश्चित परमेश्वर है जो हमको खड़ा करता है और गिरने नहीं देता। എന്നാൽ ഈ അതിവിശുദ്ധ വിശ്വാസത്തിൽ നാം നമ്മളെ തന്നെ പണിയുന്നത്, നമ്മൾ എഫേർട്ട് എടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ തീർച്ചയായും ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഗോഡ് ഈസ് വിത്ത് അസ് ആൻഡ് ഗോഡ് ഈസ് ഫോർ അസ്. लेकिन इस अति पवित्र विश्वास को जो निर्माण करना है, उन्नति करना है, निश्चित तौर पर हमें उसमें प्रयास करना है। और जब हम प्रयास करते हैं तो परमेश्वर हमारे संग है, परमेश्वर हमारे लिए है। ഈ പറയുന്ന വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോഴും അതിവിശുദ്ധ വിശ്വാസം, ദ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്, विश्वास के बारे में या आस्था के बारे में जब कहते हैं तो अति पवित्र विश्वास। ഹോളിനെസ് എഫർട്ട്ലെസ് അല്ല. ഹോളിനെസ്സിന് തീർച്ചയായിട്ടും എഫർട്ട് ആവശ്യമുണ്ട്. पवित्रताई जो है वो सरल नहीं है। पवित्रताई के लिए यत्न करना है, प्रयास करना है। അവിശുദ്ധിക്ക് അല്ലെങ്കിൽ അശുദ്ധിക്ക് വേണ്ടി പ്രത്യേകിച്ച് വലിയ എഫർട്ട് ഒന്നും വേണ്ട. അത് നമ്മൾ ഒഴുക്കിനനുസരിച്ച് പോകുന്നതാണ്. अशुद्धि के लिए या अधर्म की बात के लिए, अपवित्र जो है उसके लिए कोई यत्न करने की बात नहीं है, बहाव के साथ बस चलना है। എന്നാൽ നമ്മുടേത് ഹോളി ഫെയ്ത്ത് ആണ്. लेकिन हमारा पवित्र विश्वास है। ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ സറണ്ടറൻസ് ആണ് എന്ന് നമ്മൾ കണ്ടു. അതായത് സമർപ്പണമാണ്. നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്, യാഗമാക്കുന്നതാണ്. और आस्था या विश्वास, हमने कहा कि ये अपने आप को समर्पण करना है, आत्मसमर्पण करना है, त्यागना या बलिदान है। അപ്പോൾ പിന്നീട് അവിടെ നമ്മള് ഞാൻ പറഞ്ഞ പോലെ ഒരു സ്ട്രെച്ചറിൽ കയറി കിടന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നമ്മുടെ വഴിയെ പോകാൻ കഴിയില്ല. प्रारंभ में जैसा कहा, एक बार स्ट्रक्चर में हम लेट जाते हैं, उसके बाद हमारी मर्जी से हम चल नहीं सकते। യാക്കോബിന്റെ വിശ്വാസത്തെ കുറിച്ച് അല്ലെങ്കിൽ യാക്കോബിന്റെ റിലീജിയനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. അവൻ പറയുന്നത്, ഞാൻ പോകുന്ന ഈ വഴി എന്റെയാ, ഞാനാ പോകുന്നത്, എല്ലാം ഞാൻ ചെയ്തോളാം, പിന്നെ നീ എന്നെ സൂക്ഷിച്ചോണം. याकूब के धर्म के बारे में, याकूब के विश्वास के बारे में हमने देखा। याकूब ये कहता है कि मैं मेरे मन के अनुसार मेरे मार्ग में चलूंगा, मैं जहां जाता हूं तू मेरे संग आना। അത് ഫെയ്ത്ത് അല്ല. ഫെയ്ത്തിനകത്ത് പിന്നെ എന്റെ വഴി ഇല്ല, കാരണം ഞാൻ യാഗമാക്കപ്പെട്ടു കഴിഞ്ഞു. वो विश्वास नहीं है, क्योंकि विश्वास या आस्था में हमारी अपनी मार्ग नहीं है, क्योंकि मैं बलिदान हो चुका हूं। ദൈവം ആണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളെ അവന്റെ വിശുദ്ധിയിൽ വളർത്തുകയാണ്. परमेश्वर वो कार्य करता है। परमेश्वर अपनी पवित्रता में हमारी उन्नति, बढ़ोतरी करता है। ആ വിശുദ്ധ ദൈവവുമായി നമ്മളെ സംയോജിപ്പിക്കേണ്ടതിന് വേണ്ടിയാണ് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചത്. और उस पवित्र परमेश्वर के साथ हमारा सम्मेलन करने के लिए यीशु मसीह कालवरी के सलीब पर हमारे लिए मरा।
ദൈവവും നമ്മളും തമ്മിൽ നിരപ്പാക്കുന്ന ശുശ്രൂഷ ചെയ്തത് 100% യേശുവാണ്. और परमेश्वर और मनुष्य के बीच में जो मेल मिलाप का सेवकाई किया वो निश्चित तौर पर यीशु मसीह है. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. रोमर की पत्री 5 उसका 1 और दूसरे आयत में हम इसी को देखते हैं. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. और विश्वास से धर्मी हुए इसीलिए परमेश्वर के साथ हमारा मेल मिलाप है. ഈ നീതീകരണം പൂർണ്ണമായും യേശുവിന്റെ മരണത്താലാണ്. और ये मेल मिलाप पूर्ण रूप से यीशु मसीह के मृत्यु से है. 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമെന്നാണ്. അതായത് നമ്മൾ നീതീകരിക്കപ്പെട്ടത് അവന്റെ രക്തത്താലാണ്, നമ്മുടെ പ്രവൃത്തി മുഖേന അല്ല. और 8वें आयत में हम देखते हैं कि हमारी जो बात हुआ है वो परमेश्वर के लहू के वजह से हुआ है, हमारी अपनी कामों के वजह से नहीं. അപ്പോൾ അതിനാവശ്യമായ, അതായത് നീതീകരിക്കപ്പെടുന്നതിന് ആവശ്യമായതെല്ലാം ചെയ്തത് കർത്താവാണ്. तो इसके लिए हमें धर्मी बनाने के लिए जो जरूरत था, जो अनिवार्य था, वो सब यीशु मसीह ने किया. അപ്പോൾ 2-ാമത്തെ വാക്യത്തിൽ കാണുന്നത് അവൻ മൂലം നാം ഇപ്പോൾ നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. और दूसरे आयत में लिखा है जिसके द्वारा विश्वास के कारण उस अनुग्रह तक जिसमें हमें बने हैं हमारी पहुंच भी हुई. പ്രവേശനം ലഭിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അവിടെ നിൽക്കണം, റിമെയിൻ ദെയർ. ആൻഡ് ഓഫ് കോഴ്സ് യു നോ ദാറ്റ് ഈസ് അവർ എഫർട്ട്. We need to stand there. प्रवेश मिला ये तो सच है, लेकिन अब हमें वहां बना रहना है और वहां बने रहने के लिए हमें प्रयास करना है, हमें यत्न करना है. എപ്പോൾ വേണമെങ്കിലും ഇതിനകത്തുനിന്ന് ഇറങ്ങി പോകാൻ പറ്റുമെന്നാണ് നമ്മൾ കാണുന്നത്. हम देखते हैं कि किसी भी वक्त कभी भी हम यहाँ से बाहर निकल सकते हैं. അതുകൊണ്ട് നിങ്ങൾ ഈ അതിവിശുദ്ധ വിശ്വാസത്തിൽ നിങ്ങളെ തന്നെ പണിയണം. और इसीलिए हमें अपने इस अति पवित्र विश्वास में हमारी उन्नति करना है. നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കണം. और उसके लिए प्रयास करना है. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തിൽ നിങ്ങളെ തന്നെ പണിയുകയാണെങ്കിൽ നിങ്ങൾ കാറ്റിനാൽ ഉലയുന്ന ഒരു ഞാങ്ങളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. യു ഷാൽ നോട്ട് ബി എ പേഴ്സൺ ലൈക്ക് ഷേക്കൺ ഇൻ ദ വിൻഡ്. और इस तरह से तुम अपने अति पवित्र विश्वास की उन्नति और बढ़ोतरी करते हो तो तुम उस नरकट के जैसा नहीं होंगे जो हवा के चलने के हिसाब से झोंका जाता है. ഇതിനകത്ത് ഡോക്ട്രിനും ഉണ്ട്, ലൈഫും ഉണ്ട്. और इसमें उपदेश भी है, सिद्धांत भी है, जीवन भी है. രണ്ടും ഒരുപോലെ പ്രധാനമാണ്. और दोनों ही एक समान अनिवार्य है. പക്ഷേ ഡോക്ട്രിൻ ഉണ്ട്, ജീവിതമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. सिद्धांत है या उपदेश है, जीवन नहीं है, इससे कोई लाभ नहीं. എന്നാൽ ഈ അതിവിശുദ്ധ വിശ്വാസത്തിൽ നമ്മളെ തന്നെ പണിയുന്നില്ലെങ്കിൽ നമുക്ക് ജീവിതം നടക്കത്തുമില്ല. लेकिन इस अति पवित्र विश्वास में हमारी उन्नति निर्माण हम नहीं करते तो पवित्रता भी नहीं होगा. ഇതൊരു ബേസ് ആണ്. അതിവിശുദ്ധ വിശ്വാസം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനമാണ്. ये एक नेव है. अति पवित्र विश्वास जो है उसका नेव है जिसके आधार पर उसको बनाया जाता है. ഒരാൾ ഇങ്ങനെ പറഞ്ഞു, എന്താണ്, ഉപദേശം ആണ് പ്രധാനം, അല്ലാതെ ജീവിതമൊന്നും അല്ലെന്ന്. एक व्यक्ति ने एक बार ऐसा कहा कि उपदेश अनिवार्य है, जीवन नहीं. എന്നാൽ തിരിച്ചു പറയുന്നവരും ഉണ്ട്. തിരിച്ചല്ല, ഇതേപോലെ ഒരു പ്രാവശ്യം ഒരാള് എൻ്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ബ്രദറെ, ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിയാൽ ദൈവം അങ്ങ് ക്ഷമിക്കും, പക്ഷെ ഉപദേശത്തിൽ ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ ദൈവം ക്ഷമിക്കത്തില്ല. एक बार आपके एक मित्र ने एक दूसरे मित्र से कहा कि मेरे प्रिय भाई, जीवन में अगर कोई गलती हो जाए परमेश्वर हमें क्षमा करता है, लेकिन उपदेश में या सिद्धांत में कोई गलती हो जाए तो वो परमेश्वर कदापि क्षमा नहीं करेगा. ഇത് രണ്ടും ശരിയല്ല. കാരണം ജീവിതവും ഉപദേശവും ഒരുപോലെ പോകേണ്ടതാണ്. ये दोनों ही सही नहीं है, क्योंकि हमारा उपदेश और जीवन दोनों एक समान चलना है. തീമോഥെയോസിനോട് പൗലോസ് പറയുന്നത് നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിക്കുക എന്നാണ്. तीमुथियुस को प्रेरित पौलुस उपदेश देता है, तुम्हें और तेरे उपदेश दोनों को सुरक्षित रखना. അപ്പോൾ നമുക്ക് ഉപദേശം ആവശ്യമുണ്ട്, പക്ഷേ ജീവിതവും അനിവാര്യമാണ്. ആ ജീവിതവും അതിവിശുദ്ധ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കണം. तो हमारा उपदेश भी हमें जरूरी है और जीवन भी अनिवार्य है, और वो जीवन अति पवित्र विश्वास के आधार पर होना है. ആ ഫെയ്ത്ത്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫെയ്ത്ത് എന്നുള്ളത് വെറും ബിലീഫ് അല്ല, അത് ആശ്രയമാണ്, സറണ്ടറിങ് ആണ്. इसलिए मैंने कहा आस्था जो है केवल विश्वास नहीं है, वो आत्मसमर्पण है, वो बाट जोना, भरोसा करना है.
ഇന്നലെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ജീസസ് ഔട്ട്സൈഡ് ആൻഡ് ജീസസ് ഇൻസൈഡ്. कल हमने एक बात कहा, यीशु मसीह बाहर और यीशु मसीह भीतर. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മള് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു, അവരെല്ലാം തൃപ്തിയുള്ളവരായി തീർന്നു. പക്ഷേ യേശു അവർക്ക് പുറത്തായിരുന്നു. यूहन्ना के 6 अध्याय में हमने दृष्टांत देखा जहां पर यीशु मसीह सब लोगों को रोटी खिलाता है. जब उन्होंने रोटी खाकर तृप्त हुए, लेकिन यीशु मसीह बाहर था. അപ്പൊ അവർക്ക് യേശുവിനെ രാജാവാക്കാനൊക്കെ വലിയ സന്തോഷമാണ്. वो यीशु मसीह को राजा बनाने के लिए बहुत आनंदित थे. കാരണം അവർ പറയുന്നത് രാജാവാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ന് നമുക്ക് ബ്രെഡ് കിട്ടും, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടും. क्योंकि वो कहते हैं यीशु मसीह को अगर राजा बना दिया जाए, हर रोज हमें खाना मिलेगा, रोटी मिलेगा. സത്യം പറഞ്ഞാൽ നല്ലൊരു ശതമാനം ആളുകളും യേശുവിന്റെ പിന്നാലെ പോകുന്നത് റൊട്ടി ചോദിച്ചാ, റൊട്ടി കിട്ടാനാ. अगर सच कहा जाए तो 80% लोग यीशु मसीह के पीछे रोटी या भोजन के लिए चलते हैं. പക്ഷെ യേശു പറഞ്ഞു, ഇന്നലെ ഞാൻ പുറത്തായിരുന്നു, നിങ്ങൾക്ക് ഞാൻ അപ്പം തന്നു, അത് തിന്നു, പക്ഷെ ഇന്ന് നിങ്ങൾക്ക് വിശന്നു. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്നലെ ഞാൻ തന്നത് നശിച്ചു പോകുന്ന ആഹാരമാണ്. लेकिन यीशु मसीह ने उनसे कहा, कल मैंने तुम्हें रोटी दिया, तुम खाकर तृप्त हो गए, आज तुम्हें भूख लगी है, क्योंकि कल जो मैंने तुम्हें दिया था वो केवल भूख के लिए रोटी था. എന്നാൽ നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരം നിങ്ങൾ ഭക്ഷിക്കണം. लेकिन अनंत जीवन में सदा के लिए रहने वाली उस खाने को तुम्हें खाना है. അതേതാ ആ ഭക്ഷണം? वो भोजन कौन सा है? യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ്, ഞാൻ ജീവന്റെ അപ്പമാകും. यीशु मसीह ने कहा, मैं स्वयं हूँ, मैं ही जीवन की रोटी हूँ. ഞാന് നിങ്ങൾ എന്നെ ഭക്ഷിക്കണം. तुम मुझे खाना. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ തിരുവത്താഴവുമായിട്ട് ബന്ധപ്പെടുത്തി അല്ല ഇതിനെ ചിന്തിക്കേണ്ടത്. सही मायने में इसे हमें प्रभु भोज के साथ उस संबंधित में इसको नहीं कहना है. ഓഫ് കോഴ്സ് തിരുവത്താഴത്തിൽ കർത്താവ് അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞാണ് നമുക്ക് ഈ കാര്യങ്ങളെ തന്നിരിക്കുന്നത്. प्रभु भोज में यीशु मसीह अपनी मृत्यु की घोषणा करता है, इसी को कहकर हमको दिया गया है, वो सही है. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നത്, നിങ്ങൾ ഇന്നലെ ഞാൻ തന്ന ഭക്ഷണം കഴിച്ചു, എന്നാൽ ഇന്ന് നിങ്ങൾ എന്നെ ഭക്ഷിക്കണം, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ കയറിയിരുന്ന് നിങ്ങളെ ഭരിക്കും എന്നുള്ളതാണ്. लेकिन यहाँ पर यीशु मसीह यूहन्ना 6 अध्याय में जो कहते हैं, कल मैंने तुम्हें रोटी दिया, लेकिन आज तुम मुझे खा लो, मैं तुम्हारे अंदर आकर तुम्हारे प्रभुता करूंगा. അപ്പൊ യേശു ഉള്ളിൽ കയറിയിരുന്ന് നമ്മളെ ഭരിക്കുമ്പോഴാണ് ആ യേശു നമുക്കൊരു യാഥാർത്ഥ്യമാകുന്നത്. तो वो यीशु मसीह हमारे भीतर आकर हमारे ऊपर जब प्रभुता करता है, तब वो यीशु हमारे लिए वास्तविकता बनता है. ആ യേശു ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞാലേ നമ്മുടെ ഉപദേശങ്ങൾ കൊണ്ട് കാര്യമുള്ളൂ. वो यीशु हमारे जीवन में वास्तविक बन जाए तो ही हमारा उपदेश का कोई लाभ होगा. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉപദേശം പ്രധാനമാണ്, പക്ഷെ ജീവിതം അതുപോലെയോ അതിനേക്കാളോ പ്രധാനമാണ്. इसलिए मैंने कहा, उपदेश और सिद्धांत अनिवार्य है, महत्वपूर्ण है, बिल्कुल उतना ही या उससे ज्यादा जीवन भी जरूरी है. ഇന്ന് പലപ്പോഴും നമ്മുടെ തലമുറകൾക്കുണ്ടായ ഒരു വലിയ പ്രശ്നം, അവർക്ക് യേശു ഒരു ജീവിക്കുന്ന യാഥാർത്ഥ്യമല്ല. आज हमारी पीढ़ी में जो समस्या है वो उनके लिए यीशु मसीह एक वास्तविकता नहीं है. യേശുവിനെ അവര് ഈ പറഞ്ഞതുപോലെ അപ്പം തിന്നാൻ വേണ്ടി യേശുവിന്റെ അടുത്ത് വരുന്നുണ്ട്. यीशु मसीह के पास आते हैं, लेकिन ऐसा रोटी खाने के लिए आते हैं. എന്നാൽ യേശുവിനെ തിന്നുന്ന ആളുകൾ കുറഞ്ഞു വരികയാണ്. लेकिन यीशु का मसीह को खाने के लोग जो है वो कम हो रहे हैं. അവർക്ക് എല്ലാ നിമിഷങ്ങളിലും യേശു ഒരു യാഥാർത്ഥ്യമാകുന്നില്ല. उनके लिए हर पल या हर दिन यीशु मसीह वास्तविकता या सच नहीं बनता. ഓരോ നിമിഷങ്ങളിലും യേശു യാഥാർത്ഥ്യമാകുമ്പോഴാണ് നമ്മൾ ഹോളി ഫെയ്ത്തിൽ നമ്മളെ പണിയുന്നത്. हर एक पल यीशु मसीह जब हमारे लिए वास्तविकता बनता है, तब उस पवित्र विश्वास में हम हमारा निर्माण करते हैं. അതിനകത്ത് ഡോക്ട്രിൻസും ഉണ്ട്, और उसके अंदर उपदेश भी है. എന്നാൽ ഡോക്ട്രിൻ മാത്രമല്ല, യേശു എനിക്ക് ഒരു ജീവിക്കുന്ന യാഥാർത്ഥ്യമായി തീരണം. लेकिन वो केवल उपदेश बनकर नहीं, यीशु मसीह मेरे लिए एक सच्चाई, एक वास्तविकता बनना है. ഞാൻ പറഞ്ഞല്ലോ, ഫെയ്ത്തിനെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ കണ്ട കാര്യം അതാണ്. കാണാൻ കഴിയാത്ത കാര്യങ്ങളുടെ ഉറപ്പെന്നാണ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമെന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ബട്ട് തിങ്സ് ദാറ്റ് യു കനോട്ട് സീ, അഷ്വറൻസ് ഓഫ് തിങ്സ് ദാറ്റ് യു കനോട്ട് സീ. लेकिन इब्रानी की पत्री के बारे में 11वें अध्याय में उसी बात को हमने कहा, वहां पर लिखा है जो है अंधे की बातों को लिखा है, लेकिन वो नहीं है जो हम देख नहीं सकते, उस बात का भरोसा. നമുക്ക് ആത്മീക യാഥാർത്ഥ്യങ്ങൾ കാണാൻ കഴിയുന്നില്ല.
आत्मिक सच्चाइयों को हम देख नहीं सकते। ഞാൻ പറഞ്ഞല്ലോ, നിനക്കൊരു കാർ കിട്ടുമെന്ന് നീ വിശ്വസിക്ക് എന്ന് പറയുന്നതല്ല ഫെയ്ത്ത്. तुझे एक गाड़ी मिलेगा ये तो विश्वास कर, ऐसा कहना विश्वास नहीं है, അത് ഫെയ്ത്ത് അല്ല. वो विश्वास नहीं है। കാരണം കാറ് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്, ലൗകികമായ കാര്യമാണ്, ഭൗതികമായ കാര്യമാണ്. क्योंकि गाड़ी हम देख सकते हैं, वो संसारिक है। നമ്മുടെ ഭൗമികമായ മോഹങ്ങൾ, പാഷൻസിന് വേണ്ടി നമ്മൾ യേശുവിനെ ഉപയോഗിക്കുന്നത് ആത്മീയതയല്ല, അത് റിലിജനാണ്. संसारिक अभिलाषाओं के लिए, हमारी इच्छाओं के लिए, जुनून के लिए जो यीशु को हम इस्तेमाल करते हैं, ये विश्वास या आस्था नहीं है, केवल धर्म है। അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗിവ് മീ ബ്ലസ് മീ എന്ന് പറയുന്നത് ഫെയ്ത്ത് അല്ല, അത് റിലിജനാണ്. इसलिए मुझे दो, मुझे आशीष दो ऐसा कहना आस्था या विश्वास नहीं है, ये केवल धर्म है। എന്നാൽ എന്താണ് ഫെയ്ത്ത്? आस्था क्या है? ഫെയ്ത്ത് എന്ന് പറയുന്നത് ടേക്ക് മീ ലോർഡ്, ടേക്ക് മീ എന്ന് പറയുന്നതാണ്. आस्था ये कहना है मुझे ले लो। എന്നെ തന്നെ ദൈവത്തിന് കൊടുക്കുന്നതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. अपने आप को परमेश्वर के हाथों में सौंपना आस्था है। abandoning ourselves into the hands of God. എന്നെ തന്നെ അങ്ങ് എറിഞ്ഞു കൊടുക്കുകയാണ്, പിന്നെ എനിക്ക് ബാക്കിയൊന്നുമില്ല. अपने आप को परमेश्वर के हाथों में सौंप देना या आत्मसमर्पण कर देना, उसके बाद मेरे पास कुछ नहीं बचता। അതാണ് നമ്മൾ ഇന്ന് സഭയിൽ പഠിപ്പിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മളെ വിശ്വാസികൾ വളരേണ്ടത്. അതായത് അവരെ തന്നെ ദൈവത്തിന് എറിഞ്ഞു കൊടുത്ത ആളുകൾ, അവരാണ് പീപ്പിൾ ഓഫ് ഫെയ്ത്ത്. और विश्वास की कलीसिया में हमें ये बात को सिखाना है, मंडली को ये सिखाना है, वो लोग हैं जिन्होंने अपने आप को परमेश्वर के लिए छोड़ दिया है, अपने आप को त्याग दिया है। ആ രീതിയിൽ മോസ്റ്റ് ഹോളി ഫെയ്ത്തിൽ എന്നെ തന്നെ പണിയുകയാണെങ്കിൽ എന്നെ തകർത്ത് കളയാൻ ഭൂമിയിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. और इस रीति से अति पवित्र विश्वास में अगर मेरी उन्नति और निर्माण होता है, संसार की कोई भी ताकत मेरा नाश नहीं कर सकता। എനിക്കെതിരെ എന്ത് വന്നാലും എനിക്ക് എന്നെ അതിനെ തകർത്ത് കളയുവാൻ, എന്നെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ഒന്നിനും കഴിയുകയില്ല. കാരണം ഞാൻ അതിവിശുദ്ധ വിശ്വാസത്തിൽ എന്നെ തന്നെ പണിതിരിക്കുകയാണ്. मेरे खिलाफ जो भी आ जाए, कुछ भी मेरे ऊपर जय पा नहीं सकता, मुझे हानि नहीं ला सकता, क्योंकि अति पवित्र उस विश्वास आस्था में मेरा निर्माण और उन्नति हुआ है। അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന ദുരുപദേശത്തിനൊന്നും നമ്മളെ തകർത്ത് കളയാനായിട്ട് കഴിയത്തില്ല. जब ऐसा हो तो हम जो झूठी उपदेशों के बारे में कहते हैं, वो हमें छू नहीं सकता, हमारा नाश नहीं कर सकता। ഇന്നിപ്പം 100 കണക്കിന് ദുരുപദേശങ്ങൾ മുളച്ചു വരുന്നതായ ഒരു സാഹചര്യമാണ്. आज 100 से भी अधिक गलत उपदेश, झूठे उपदेश उत्पन्न होने वाला ऐसा जमाना है। കേൾക്കാൻ സുഖമുള്ള ഒത്തിരി ഉപദേശങ്ങൾ, പക്ഷേ അത് നമ്മളെ വഞ്ചിക്കുന്ന ഉപദേശങ്ങളാണ്. അതിനകത്തൊന്നും പെട്ടുപോകരുത്. हमें सुनने जो अच्छा लगता है, इस तरह के बहुत से उपदेश हर दिन आते हैं, लेकिन ये सुनने को अच्छा है, लेकिन उसमें फंसना नहीं, वो छल है। അങ്ങനെയുള്ള ഉപദേശങ്ങളുടെ കാറ്റ് ഇപ്പോൾ നമ്മൾ എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ എഫെസ്യർ 4:14, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ. एफेसियों की पत्री 4:14, ताकि हम आगे को बालक ना रहे, जो मनुष्यों की ठग विद्या और चतुराई से उनके भ्रम की युक्तियों की और उपदेश की हरेक बेयार से उछाले और इधर उधर घुमाए जाते हो। അപ്പോൾ ഈ ഉപദേശങ്ങൾ നമ്മളെ, അത് ചതിയാണ്, ഉപായമാണ്, തെറ്റിച്ചു കളയുന്നതാണ്, തന്ത്രങ്ങളാണ്. तो ये उपदेश जो है हमें, ये चतुर वाला है, ये हमें ठगता है, और ये उपदेश जो है हमें धोखा देता है। ഭയങ്കര ക്രാഫ്റ്റിനെസ് ഉണ്ട് ഈ ദുരുപദേശങ്ങളിലൊക്കെ. और इन दुरुपदेशों में या गलत उपदेश में बहुत चतुराई है। എന്നാൽ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തിൽ നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്, എന്താണ് ദൈവവചനം, എന്താണ് ദൈവം, എന്താണ് ദൈവ സ്വഭാവം, എന്താണ്, ഇതൊക്കെ നമ്മൾ അങ്ങനെ അതിവിശുദ്ധ വിശ്വാസത്തിൽ നമ്മളെ പണിതാൽ ഈ ഉപദേശത്തിന്റെ കാറ്റിനൊന്നിനും നമ്മളെ സ്പർശിക്കാൻ കഴിയുകയില്ല.
लेकिन अगर हम अपनी अति पवित्र विश्वास में अपना निर्माण करते हैं, परमेश्वर कौन है, क्षमता क्या है, परमेश्वर कैसा है, उसका स्वभाव कैसा है, इन बातों में अपना निर्माण और उन्नति अगर हम करते हैं तो ऐसा कोई भी हवा का झोंका हमें छू नहीं सकता। അങ്ങനെ വന്നാൽ 15-ാമത്തെ വാക്യത്തിൽ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. और ऐसा हो तो एफेसियों की पत्री उसका 15वां वचन, वरन प्रेम में सच्चाई से चलते हुए सब बातों में उसमें जो सिर है अर्थात मसीह में बढ़ते जाए. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്രിസ്തുവാകുന്ന തലയോളം വളരണം. हमारे संबंधित में यीशु मसीह के सिर तक हमको बढ़ना है. അതിന് നമ്മൾ നമ്മളെ തന്നെ അതിവിശുദ്ധ വിശ്വാസത്തിൽ ഉറപ്പിക്കണം. और उसके लिए हमें इस अति पवित्र विश्वास में हमें दृढ़ करना है. അപ്പോൾ കാറ്റിനാൽ ഉലയുന്ന ഞങ്ങളെ ആയികയില്ല, അല്ലെങ്കിൽ വിൻഡ് ഓഫ് ഫോൾസ് ഡോക്ട്രിൻസ് നമ്മളെ സ്പർശിക്കത്തില്ല. तो ऐसे गलत उपदेश की जो हवा है वो हमें छुएगा नहीं. അതുപോലെ വിൻഡ് ഓഫ് ടെംപ്റ്റേഷൻ, യോസഫിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. യോസഫ് പ്രലോഭനങ്ങളിൽ വീണുപോയില്ല. इसी तरह से प्रलोभन का या परीक्षा का जो हवा है, यूसुफ के बारे में हम यही पढ़ते हैं, किसी भी परीक्षा में वो नहीं गिरा. ഇതൊന്നും വിശദീകരിക്കുന്നില്ല. വിൻഡ് ഓഫ് ട്രയൽസ്, ഇയ്യോബിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ വന്ന ഒരു പരിശോധനയിലും അവൻ തകർന്നു പോയില്ല. आयुब के जीवन में हम देखा जाए तो जो क्लेश की हवा है, आयुब के जीवन में कोई भी क्लेश में वो कभी भी गिरा नहीं. വിൻഡ് ഓഫ് പെർസിക്യൂഷൻ, എന്താ പെർസിക്യൂഷൻ, പീഡനങ്ങളുടെ കാറ്റിൽ നമ്മൾ അലഞ്ഞു പോകുന്നില്ല. सताए जाने वाला या उपद्रव होने वाला जो ऐसी हवा है उसमें भी हम फंस नहीं जाएंगे. അതാണ് നമ്മൾ 3 എബ്രായ ബാലന്മാരുടെ ചരിത്രത്തിൽ കാണുന്നത്. और ये हम उस 3 इब्रानी जवानों के जीवन में देखते हैं. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ അതിവിശുദ്ധ വിശ്വാസത്തിൽ ഉറപ്പിക്കണം. तो हमें अपने आप को अति पवित्र विश्वास में दृढ़ करना है. അടുത്തതാണ് നമ്മൾ വായിച്ച രണ്ടാമത്തെ അടുത്ത ഡിസിപ്ലിൻ ആണ് പ്രേയിങ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. और अगला अनुशासन में जो हमने पढ़ा, पवित्र आत्मा में प्रार्थना करना. ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ വിശ്വാസം പഠിക്കണം, വിശ്വാസത്തിൽ നമ്മളെ ഉറപ്പിക്കണം. എന്നാൽ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തനിയെ ഇത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് പ്രാർത്ഥന ആവശ്യമാകുന്നത്. हमारे विश्वास को हमें निर्माण करना है, विश्वास में दृढ़ करना है, लेकिन ये तमाम बातें प्रार्थना के बिना मुमकिन नहीं है. അതുകൊണ്ട് നമ്മൾ നമ്മളെ വിശ്വാസത്തിൽ പണിയുന്നതിന് തന്നെ പ്രാർത്ഥന ആവശ്യമുണ്ട്. इसलिए विश्वास में जो हमारा उन्नति करना है उसके लिए भी प्रार्थना का जरूरत है. കാരണം ഈ ഫെയ്ത്ത് എന്ന് പറയുന്ന വാക്ക് തന്നെ നമ്മളെ തന്നെ എറിഞ്ഞു, അല്ലെങ്കിൽ ഫെയ്ത്ത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ when we are not standing on ourselves, നമുക്ക് സ്വയം നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ദൈവത്തെങ്കിലേക്ക് വീഴുന്നത്. विश्वास का मतलब ये है कि जब हम अपने आप खड़े नहीं हो सकते, हमें किसी का आश्रय भरोसा चाहिए, ऐसे वक्त में हम परमेश्वर के पांव में गिरते हैं. എന്നെ തന്നെ എപ്പോഴാണ് ദൈവത്തിന് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? मैं कब अपने आप को परमेश्वर के हाथों में सौंपता हूँ? എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തിരിച്ചറിവുണ്ടാകുമ്പോഴാണ് ഞാൻ എന്നെ തന്നെ ദൈവത്തിന് എറിഞ്ഞു കൊടുക്കുന്നത്. मैं जब अपने पांव में खड़ा हो नहीं सकता, ऐसे समय में मैं अपने आप को परमेश्वर के हाथों में सौंपता हूँ. ശരിക്കും പ്രാർത്ഥന എന്ന് പറയുന്നത് നിസ്സഹായതയിലാണ് ഉണ്ടാകുന്നത്, അതിന് സംശയമൊന്നുമില്ല. प्रार्थना जो है हमारी मजबूरी या बेबसी में होता है. നിസ്സഹായത എന്ന് ഞാൻ പറയുമ്പോൾ, സ്വയത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ അഹങ്കാരി, അവൻ പ്രാർത്ഥിക്കത്തില്ല. സ്വയത്തിൽ ആശ്രയിക്കുന്നവൻ ഒരിക്കലും പ്രാർത്ഥിക്കത്തില്ല. बेबस होने का मतलब या लाचार होने का मतलब एक व्यक्ति जो अपने आप में भरोसा करता है वो घमंडी है, अहंकारी है, क्योंकि वो कभी प्रार्थना नहीं करेगा. എന്റെ സെൽഫില് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ എന്റെ പ്രാർത്ഥനയിൽ അപേക്ഷകൾ ഉണ്ടാവുകയില്ല. मेरे स्वयं में अपने आप में अगर मुझे आत्मविश्वास है तो मैं प्रार्थना नहीं करूंगा. പരീശന്റെയും ചുങ്കക്കാരന്റെയും പ്രാർത്ഥന കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഉപമയായി പറയുന്ന ഭാഗം നമുക്കറിയാം. फरीसी का और वो चुंगी लेने वाले के प्रार्थना का जो बारे में यीशु मसीह लूका सुसमाचार में कहते हैं वो हम जानते हैं. അവിടെ പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ
ഞാൻ ഈ പിടിച്ചുപറിക്കാരനെ പോലെയല്ല, ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയല്ല എന്ന് ചെന്ന് അവൻ ദൈവസന്നിധിയിൽ പറയുകയാണ്. वो फरीसी वहां जाकर कहता है मैं इसके जैसा नहीं है, मैं चोरी चकारी नहीं करता, ऐसा वैसा फलाना फलाना बात वो परमेश्वर की उपस्थिति में जाकर कहता है. ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയല്ല എന്നും അവൻ പറയുന്നുണ്ട്. और वो ये भी कहता है कि मैं ये चुंगी लेने वाले जैसा नहीं है. എന്നിട്ട് അവൻ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. और उसके बाद वो कहता है कि मैं हफ्ते में 2 बार उपवास लेता हूँ और जो भी पाता हूँ उसका दशांश देता हूँ. ഞാൻ ഇത് വായിച്ചു നോക്കി, ഇതിനകത്ത് ഇവൻ എവിടെയാ പ്രാർത്ഥിക്കുന്നത്? जब मैंने ये पढ़कर देखा, यहाँ पर ये प्रार्थना कहाँ करता है? അവൻ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടില്ല. പരീക്ഷയിൽ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ലായികയാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 18:11. और लूका के सुसमाचार 18 का 11 में हम वहां पर देखते हैं, वो खड़ा होकर प्रार्थना नहीं करता, वो कहता है कि मैं इन लोगों के जैसा नहीं हूँ, व्यभिचारी नहीं हूँ, मैंने चोरी चकारी नहीं किया, ऐसा फलाना फलाना बात वो परमेश्वर को कहता है. അതായത് അവൻ ആരാണ് എന്ന് ദൈവസന്നിധിയിൽ അഹങ്കാരത്തോടെ എന്ന് പറയുന്നു. तो वहां पर वो कौन है उस बारे में वो परमेश्वर के सामने जाकर घमंड से वो अपना पहचान देता है. പിന്നെ അവൻ എന്തൊക്കെ റിലീജിയസ് ഒബ്സർവൻസസ് ചെയ്യുന്നുണ്ടെന്നും കൂടെ ചെന്ന് പറയുന്നു. और उसके बाद वो धर्म का जो अनुष्ठान वो करता है, रीति रिवाजों को मानता है, वो भी वो कहता है. ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. सप्ताह में 2 बार मैं उपवास करता हूँ, अपनी सब कमाई का 10वां अंश देता हूँ. ഇവൻ എവിടെയാ പ്രാർത്ഥിക്കുന്നത്? ഞാൻ കണ്ടില്ല. ഇവിടെ അവൻ എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നതൊന്നും കണ്ടില്ല. ഉണ്ടോ? यहाँ पर वो कहाँ प्रार्थना करता है? मैंने पढ़कर उसमें कहीं भी उसके प्रार्थना को नहीं पाया. അവൻ ചെന്ന് ഞാൻ ആരാണ്, ഞാൻ എന്തോ ചെയ്യുന്നു എന്ന് പറഞ്ഞു, അല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. वो वहां जाकर मैं कौन है और मैं क्या करता हूँ, बस इस बारे में परामर्श करता है. അവൻ പറയുന്നത്, നിന്റെ അടുത്ത് മിക്കവാറും വരുന്നതൊക്കെ ഈ ചുങ്കക്കാരെ പോലുള്ള പാർട്ടികളാണ്. എന്നെ പോലെ നീതിമാനായ ഒരുത്തനെ കിട്ടിയതിന് നീ എനിക്ക് നന്ദി പറയണമെന്ന് അവൻ പറയുന്നു. उसका कहने का मतलब है कि तेरे पास ऐसे ही चोरी चकारी करने वाले और चुंगी लेने वाले आते हैं, मेरे जैसा पवित्र आदमी तेरे पास आया, उसके लिए तुझे मुझे धन्यवाद देना है. ഇതാണ് പലപ്പോഴും പല മനുഷ്യരുടെയും അതാണ് പറഞ്ഞത്, നിസ്സഹായതയോ സ്വയത്തിൽ ആശ്രയിക്കുന്ന ഒരുവനിൽ നിന്ന് ഒരു പ്രാർത്ഥന ഉരുവാവുകയില്ല. और इसी तरह अक्सर होता है, इसीलिए कहा जो अपने आप में भरोसा और आत्मविश्वास करता है उसके अंदर से प्रार्थना उत्पन्न नहीं होता. എന്നാൽ ചുങ്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ അങ്ങനെയല്ല. അവന് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ, പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു. लेकिन चुंकी लेने वाले ने ऐसा नहीं कहा. 13वां आयत, परंतु चुंकी लेने वाले ने दूर खड़े होकर स्वर्ग की ओर आंखें उठाना भी न चाहा, वरन अपनी छाती पीट पीट कर कहा, हे परमेश्वर, मुझ पापी पर दया कर. അവന് അവന്റെ സ്വയത്തിൽ ഒരിക്കലും തൃപ്തിയില്ല. उसे अपने आप में कभी भी तृप्त नहीं है. അവർക്ക് മാത്രമേ പ്രാർത്ഥിക്കാൻ കഴിയുകയുള്ളൂ. ऐसे लोग ही प्रार्थना कर सकते हैं. കർത്താവ് പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളതാ, സ്വർഗരാജ്യം. यीशु मसीह ने कहा, धन्य है वो जो आत्मा में दीन है. അപ്പോൾ എല്ലായ്പ്പോഴും ദൈവസന്നിധിയിൽ ഒരു ആത്മാവിലെ ദാരിദ്ര്യം തിരിച്ചറിയുന്നവരായിരിക്കണം നമ്മൾ. तो हर समय आत्मा में जो हमारी दरिद्रता है, गरीबी है, इसको समझने वाले लोग होना है. എന്റെ സെൽഫിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എന്നിൽ നിന്ന് പ്രാർത്ഥന ഉണ്ടാവുകയില്ല. मेरे अपने आप में मुझे अगर आत्मविश्वास हो तो मुझ में से प्रार्थना उभर कर नहीं आएगा. അപ്പോൾ എല്ലായ്പ്പോഴും ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്നിട്ട് പറയുകയാണ്, ഞാൻ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ഞാൻ എന്നെ തന്നെ പണിയണം. പക്ഷെ ആ പണിയാൻ പോലും എനിക്ക് അറിയത്തില്ല, എനിക്ക് കഴിവില്ല. अति पवित्र विश्वास में मुझे निर्माण करना है, लेकिन वो निर्माण करने के लिए भी मुझ में कोई क्षमता नहीं है, मैं नहीं जानता कैसे करना है. അതിനും ദൈവകൃപ മാത്രമേ ഉള്ളൂ. और इसके लिए भी केवल परमेश्वर का अनुग्रह है. നിങ്ങളെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നിങ്ങളെ പണിയും. तुम अपने आप को परमेश्वर के हाथों में सौंप देते हैं तो परमेश्वर तुम्हारा निर्माण करेगा. ഇവിടെ പറയുന്നത് ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്നാണ്. देखो यहाँ पर लिखा है कि पवित्र आत्मा में प्रार्थना करना. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ആ സാന്നിധ്യത്തിലാണ് നമ്മുടെ പ്രാർത്ഥന നടക്കേണ്ടത്. तो पवित्र आत्मा की उपस्थिति में हमारी प्रार्थना होना है. ഈ ഹോളി സ്പിരിറ്റിന്റെ
ആ ഹോളി സ്പിരിറ്റിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ തിരിച്ചറിവ് നമുക്ക് അത്യാവശ്യമാണ്. എന്നാലേ നമുക്ക് നമ്മുടെ വിശുദ്ധ ജീവിതത്തിന് പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. पवित्र आत्मा के बारे में एक जानकारी अनिवार्य है, उसको समझेंगे तो ही ये पवित्र जीवन के लिए ये पवित्र आत्मा कितना अनिवार्य है हम समझ पाएंगे. ഞാൻ ആഫ്രിക്കയിൽ എപ്പോഴും ആളുകളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് അടിസ്ഥാനം രണ്ടാണ്. പ്രധാന അടിസ്ഥാനം ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രധാന അടിസ്ഥാനം രണ്ട് കാര്യങ്ങളാണ്. मैं अक्सर अफ्रीका में वहां के विश्वासी लोगों से कहता हूं कि हमारा जो विश्वास का आधार है ये दो नेव होता है, दो बुनियादी बातें हैं. ഒന്നാമത് ഹോളി സ്ക്രിപ്ചർ, വിശുദ്ധ തിരുവചനം. सबसे प्रथम पवित्र शास्त्र. രണ്ട് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ ആത്മാവ്. दूसरा पवित्र आत्मा. വിശുദ്ധ തിരുവചനം, പരിശുദ്ധ ആത്മാവ്. तो पवित्र शास्त्र और पवित्र आत्मा. അപ്പോൾ നമുക്ക് നമ്മുടെ അടിസ്ഥാനം ഈ രണ്ട് കാര്യങ്ങളാണ്. तो हमारी नेव या फाउंडेशन ये दो बातें हैं. അതില് होली स्क्रिप्चर टेल्स यू व्हाट इज होली लाइफ. इसमें पवित्र शास्त्र हमको बताता है कि पवित्र जीवन क्या है. വേദപുസ്തകത്തിലൂടെ അല്ലാതെ ഞാൻ എങ്ങനെയാ വിശുദ്ധ ജീവിതം എന്താണെന്ന് തിരിച്ചറിയുന്നത്? बिना पवित्र शास्त्र के मैं कैसे समझ सकता हूं कि पवित्र जीवन क्या है? അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധ വചനമാണ് വിശുദ്ധ ജീവിതം എന്താണെന്ന് എന്നെ പഠിപ്പിക്കുന്നത്. तो परमेश्वर का पवित्र शास्त्र मुझे पवित्र जीवन क्या है ये सिखाता है. എന്നാൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ജീവിതം എന്താണെന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അത് ചെയ്യണമെങ്കിൽ എനിക്ക് അതിനുള്ള ശക്തി വേണ്ടേ? लेकिन समस्या ये है पवित्र जीवन क्या है ये समझने से कार्य नहीं बनता, क्योंकि पवित्र जीवन करने की मुझे क्षमता और बल चाहिए. ആ ക്ഷമത ലഭിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. और उसकी क्षमता हमें देने के लिए परमेश्वर ने अपनी पवित्र आत्मा को हमें दिया. അതുകൊണ്ട് ഹോളി സ്ക്രിപ്ചർ ടെൽസ് യു വാട്ട് ഈസ് ഹോളി ലൈഫ്. तो पवित्र शास्त्र हमें पवित्र जीवन क्या है ये बताता है. And Holy Spirit help you to live that holy life. और पवित्र आत्मा जो है वो पवित्र जीवन जीने की हमको सहायता करता है. ഇത് രണ്ടും ഇല്ലാതെ ക്രിസ്തീയ ജീവിതം പറ്റത്തില്ല. इन दोनों के बिना, इन दोनों को छोड़कर मसीह जीवन संभव नहीं है. Holy Scripture, Holy Spirit. पवित्र शास्त्र और पवित्र आत्मा. അപ്പോൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് പറയുമ്പോൾ ആ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്ന അതിന്റെ ആ പശ്ചാത്തലം നമ്മളൊന്ന് മനസ്സിലാക്കണം. तो पवित्र आत्मा में प्रार्थना करने का मतलब उस पवित्र आत्मा जो हमको दिया गया है उसकी पृष्ठभूमि को हमें समझना है. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ 14:15 അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളു. वहां पर लिखा है कि तुम मुझसे प्रेम करते हैं तो मेरी आज्ञाओं को मानोगे. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നത് സ്നേഹം കൊണ്ടാകണം, അല്ലാതെ നിർബന്ധം കൊണ്ടാകരുത്, പേടി കൊണ്ടാകരുത്. तो परमेश्वर की आज्ञा को जो हम मानते हैं वो प्रेम से होना है, डर के वजह से नहीं. യഹൂദന്മാര് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചത് പേടിച്ചിട്ടാ. यहूदियों ने परमेश्वर की कल्पनाओं का पालन इसलिए किया क्योंकि उनमें डर था. കാരണം അവർക്ക് അനുസരിച്ചില്ലെങ്കിൽ അടി കിട്ടുമെന്നുള്ള ഒരു പേടി ഉണ്ടാകും. क्योंकि अगर उल्लंघन करते हैं दंड मिलने का डर था. അനുസരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അടി കിട്ടും, അത് വേറെ കാര്യം. പക്ഷേ അനുസരിക്കുന്നത് അടി പേടിച്ചാണെങ്കിൽ അതിനകത്ത് സ്നേഹമില്ല. उल्लंघन करने से मार तो जरूर पड़ेगा, लेकिन अगर उल्लंघन करने से अगर उस डर से अगर आप करते हैं तो उसमें प्रेम नहीं है. എന്നാൽ സ്നേഹം കൊണ്ട് അനുസരിക്കുന്നതിനകത്ത് വലിയൊരു കൈൻഡ് ഓഫ് ഒരു ഗ്രേറ്റ്നെസ് അതിനകത്തുണ്ട്. लेकिन प्रेम से अगर किसी का बातों को हम मानते हैं तो उसमें महानता है. അടി പേടിച്ചല്ല അനുസരിക്കേണ്ടത്, मार के डर से नहीं हमको आज्ञा पालन करना. അല്ലെങ്കിൽ പ്രതിഫലം ഇച്ഛിച്ചിട്ടും അല്ല നമ്മൾ അനുസരിക്കേണ്ടത്. नहीं तो हमें कुछ मिलेगा, कुछ प्रतिफल हम पाएंगे, इसलिए भी हमको आज्ञा नहीं मानना. പക്ഷെ പലപ്പോഴും നമ്മളെ ഇടയിൽ തന്നെ മിക്കവരും കർത്താവിനെ അനുസരിക്കുന്നത് നരകത്തിൽ പോകുമെന്നുള്ള പേടി കൊണ്ടോ അല്ലെങ്കിൽ സ്വർഗത്തിൽ ഒരു സീറ്റ് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ടോ ഒക്കെയാണ്. लेकिन हमारे बीच में भी कई बार लोग इस तरह से जीवन बिताते हैं या आज्ञा का
पालन इसलिए करते हैं ताकि उन्हें नरक में नहीं जाना है या किसी दंड के डर के वजह से। എന്നാൽ കർത്താവ് പറയാണ്, നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്, നിങ്ങൾ പേടിച്ചിട്ടല്ല കൽപ്പന അനുസരിക്കുന്നത്, നിങ്ങൾ പ്രതിഫലം ഇച്ഛിച്ചിട്ടുമല്ല കൽപ്പന അനുസരിക്കുന്നത്, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. लेकिन यीशु मसीह यहाँ चेलों से कहते हैं तुम जो मेरी आज्ञा का पालन करते हो मेरे डर से या किसी प्रतिफल के लिए नहीं, परंतु इसलिए क्योंकि तुम मुझसे प्रेम रखते हो। കർത്താവിനോടുള്ള സ്നേഹമാണ് കൽപ്പന അനുസരിക്കാൻ തക്കവണ്ണം നമ്മളെ പ്രേരിപ്പിക്കുന്നത്. यीशु मसीह का प्रेम है जो हमें उसकी आज्ञाओं को मानने का प्रभाव हमें पर डालता है। ഞാൻ തിയോളജിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊരു കവിത വായിച്ചത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ धर्मशास्त्र सीखते समय एक कविता मैंने पढ़ा था, वो मुझे याद है। അത് പറയുന്നത് ഇങ്ങനെയാണ്, ഒരു പ്രാർത്ഥനയാണ്, ദൈവമേ എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ അനുഗമിക്കുന്നത്. वो एक प्रार्थना है जिसमें लिखा है कि मैं क्यों तेरे पीछे हूँ। സ്വർഗം പ്രതീക്ഷിച്ചാണ് ഞാൻ നിന്നെ, നരകം പേടിച്ചാണ് ഞാൻ നിന്നെ അനുഗമിക്കുന്നതെങ്കിൽ ദൈവമേ എന്നെ നീ നരകത്തിന്റെ തീക്കകത്തേക്ക് തള്ളി ഇട്ടുകൊള്ളുക. नरक का डर से अगर मैं तेरे पीछे होता हूँ तो उस नरक की आग में तू मुझे झोंक दे। സ്വർഗം മോഹിച്ചാണ് ഞാൻ നിന്നെ അനുഗമിക്കുന്നതെങ്കിൽ സ്വർഗത്തിന്റെ വാതിൽ എനിക്ക് നേരെ കൊട്ടി അടച്ചുകൊള്ളുക. स्वर्ग की अभिलाषा को, चाहत को रखकर अगर तेरा अनुकरण करता हूँ तो स्वर्ग के द्वार मेरे सामने तू बंद कर दे। എന്നാൽ ദൈവമേ നിന്നെ മാത്രം നോക്കിയാണ്, നിന്നെ മാത്രം സ്നേഹിച്ചുകൊണ്ടാണ് ഞാൻ നിന്നെ അനുഗമിക്കുന്നതെങ്കിൽ എന്നെ നിന്റെ മാറോട് ചേർത്ത് അണയ്ക്കണമേ. लेकिन परमेश्वर अगर तुझे मात्र प्रेम करते हुए और केवल तुझे देखते हुए अगर मैं तेरा अनुकरण करता हूँ तो अपने सीने से मुझे लगा दे। പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം, നമ്മള് ഇപ്പൊ ഇന്നിപ്പോ ഒരു പാസ്റ്റർ എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോഴും അദ്ദേഹത്തോട് പലരും വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, അത് ചെയ്താൽ നരകത്തിൽ പോകുമോ, ഇത് ചെയ്താൽ നരകത്തിൽ പോകുമോ, അത് ചില അല്പം വീഞ്ഞു കുടിച്ചാൽ നരകത്തിൽ പോകുമോ, യൂറോപ്പിലുള്ളവരൊക്കെ വൈൻ കുടിക്കുന്നുണ്ട്, നമുക്ക് ഇച്ചിരി കുടിച്ചാൽ എന്നാ, നമ്മൾ നരകത്തിൽ പോകുമോ എന്നിങ്ങനെ ചോദിക്കുന്നു. എന്ത് പറയണം എന്ന് അദ്ദേഹം എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. आज भी एक प्रभु के दास से जब बात किया तो वो उसकी बात नहीं थी, लोग उनसे आके ये सवाल करते हैं कि फलाना करने से क्या नरक में जाएंगे, थोड़ी बहुत अगर क्या हम लोग दाकरस पी सकते हैं, हम थोड़ी दारू पी सकते हैं, शराब का सेवन कर सकते हैं, पश्चिमी राज्यों में वो लोग वो करते हैं, तो ये करने से क्या होगा। तो ऐसे सवाल करने वालों को क्या जवाब देना है, ऐसा एक पासवान ने मुझसे आज सवाल किया। അങ്ങനെ ഒരുത്തൻ ചോദിച്ചാൽ അതിന്റെ അർത്ഥം അവൻ ആത്മീകനല്ല. കാര്യം അവൻ ദുർമോഹിയാണ്. അവൻ നോക്കുന്നത്, ഞാൻ ചിലപ്പോൾ പറയും, ഇതും കൂടെ ചെയ്തിട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുമെങ്കിൽ പിന്നെ ഇതെന്തിനാ കളയുന്നതെന്നുള്ളതാണ് ഇവന്റെ ചിന്ത. तो मैं कहता हूँ ऐसा व्यक्ति बिल्कुल भी आत्मिक नहीं है, वो संसारिक है और वो दुराभिलाषा रखने वाला व्यक्ति है। उसका सोच ऐसा है, अगर ये करके इसके साथ अगर स्वर्ग में जाना है तो इसे क्यों छोड़ दे। നമ്മൾ യൂദായുടെ ലേഖനത്തിൽ തന്നെ പറഞ്ഞല്ലോ, അവര് അൺഗോഡ്ലി പാഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. यहूदा की पत्री में भी हमने पढ़ा वो अभक्ति अभिलाषाओं के पीछे चलते हैं। അങ്ങനെ അഭിലാഷങ്ങളുടെ അല്ലെങ്കിൽ മോഹങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരുവൻ യഥാർത്ഥത്തിൽ ആത്മീകനല്ല. इस तरह से अभक्ति की अभिलाषाओं के पीछे चलने वाला व्यक्ति कदापि आत्मिक नहीं है। അവൻ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. അവൻ സ്നേഹിക്കുന്നത് ലോകത്തെയാണ്. പിന്നെ സ്വർഗത്തിൽ നരകത്തിൽ പോകരുതെന്നുള്ള ഒരു പേടിയില് പള്ളി വരുന്നെന്നുള്ളതേ ഉള്ളൂ. ऐसा व्यक्ति परमेश्वर से प्रेम नहीं करता, वो संसार से प्रेम रखता है, लेकिन नरक में जाने के डर से कभी कभी कलीसिया में आता है। എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. लेकिन प्रिय लोगों, यीशु मसीह ने कहा यदि तुम मुझसे प्रेम करते हैं तो मेरी आज्ञा का पालन करो। അത് ചെയ്താൽ എന്താ കുഴപ്പം, ഇത് ചെയ്താൽ എന്താ കുഴപ്പം എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ടല്ലോ, അവരാരും ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല. ये करने से क्या होगा, फलाना करने से क्या होगा, ऐसा सवाल करके जीने वाले लोग परमेश्वर से प्रेम नहीं रखते। യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നവർ എങ്ങനെയും അവന്റെ കൽപ്പനകൾ അനുസരിക്കാനുള്ള വലിയ മോഹമാവുള്ളത്. परमेश्वर से सही मायने में प्रेम करने वाला व्यक्ति किसी भी तरह से उसे आज्ञा को माने, ये उसकी चिंता होता है। എങ്ങനെയും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമെന്നുള്ള ഒരു ചിന്ത മാത്രമേ അവരുടെ മനസ്സിലുള്ളൂ. किसी भी तरह या कैसे तो परमेश्वर को भाना है, प्रसन्न करना है, यही उसकी मन की चिंता है.
ഞാൻ ഈ രാത്രിയിലിരുന്ന് വായിക്കുകയൊക്കെ ചെയ്യുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ ഭാര്യ ഒരു 12 മണിയാകുമ്പോൾ ഒരു കാപ്പിയൊക്കെ എനിക്ക് കൊണ്ടുതരും. कभी कभी रात को आप जब बाइबल पढ़ते हो या कुछ और बातें पढ़ते हो तो रात को 12 बजे आपकी पत्नी जो है वो एक कॉफी लेकर आती है. ആ കാപ്പി കൊണ്ട് തരുന്നത് എന്തുകൊണ്ടാ? क्यों वो कॉफी ले आती है? കാപ്പി കൊണ്ട് തന്നില്ലെങ്കിൽ തല്ലിയാലോ എന്നുള്ള പേടി കൊണ്ടാണോ? कॉफी ना देने से मार मिलेगा क्या इस डर से है? എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇന്ന് വരെ ഞാൻ തല്ലിയിട്ടില്ല. प्रिय भाइयों, आज तक मैंने नहीं मारा है. ആ ഒരു പേടി എന്താണെന്ന് എന്റെ ഭാര്യയ്ക്കില്ല. वो डर कभी भी उसको नहीं होगा. ഇനി അതല്ല, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എല്ലാ ദിവസവും രാത്രിയിലെ ഓരോ കാപ്പി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പുതിയൊരു ചുരിദാർ വാങ്ങിച്ചു തരുമെന്ന് വെച്ചാണോ? या फिर आप लोग सोचते हैं कि हर रोज ऐसा 12 बजे अगर कॉफी लाकर दे तो मुझे नया वस्त्र मिलेगा, ऐसा कुछ आप सोचते हैं? അതും ഇല്ല. वो भी नहीं है. പിന്നെന്തുകൊണ്ടാ? फिर क्यों? എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് അവളൊരു ഭാഗ്യമായിട്ടാണ് ചിന്തിക്കുന്നത്. क्योंकि मेरे लिए कुछ जो करना है वो उसके जीवन में वो धन्य अवस्था मानती है. അതുപോലെയാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. बिल्कुल ऐसा ही यीशु मसीह ने भी कहा, यदि तुम मुझसे प्रेम करते हो तो मेरी आज्ञा मानोगे. പക്ഷെ പ്രോബ്ലം, വി ആർ ഹ്യൂമൻ ബീയിങ്സ്, പലപ്പോഴും ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാനുള്ള ശക്തി നമുക്കില്ല. लेकिन होता यह है, हम इंसान है और कई बार परमेश्वर की आज्ञाओं को मानने की क्षमता, ताकत हमारे में नहीं है. അതിനുവേണ്ടിയാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. और इसलिए परमेश्वर ने अपनी पवित्र आत्मा को हमें दिया है. 15-16 വാക്യങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ ഒരുമിച്ചൊന്ന് വായിക്കുക. യോഹന്നാൻ का सुसमाचार 14 उसका 15 और 16 एक साथ पढ़े. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. यदि तुम मुझे प्रेम रखते हो तो मेरी आज्ञाओं को मानोगे. 14ാമത്തെ വാക്യത്തിൽ, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. 16वां आयत, और मैं पिता से विनती करूंगा और वह तुम्हें एक और सहायक देगा कि वह सर्वदा तुम्हारे साथ रहे. അപ്പോൾ എന്തിനാണ് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്? तो क्यों पवित्र आत्मा दिया गया है? കൽപ്പനകൾ അനുസരിക്കാൻ എനിക്ക് ശക്തിയില്ലാത്ത സാഹചര്യത്തിൽ എന്നെ ശക്തീകരിക്കേണ്ടതിന് വേണ്ടി ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകിയിരിക്കുകയാണ്. आज्ञा मानने के लिए जहां पर मैं कमजोर हो जाता हूं, वहां मुझे बलवंत करने के लिए परमेश्वर ने पवित्र आत्मा मेरी सहायता के लिए दिया है. അതെങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്? और पवित्र आत्मा ये किस तरह से निभाता है? സ്വർഗത്തിൽ ഇരുന്ന് അത് ചെയ്യുകയല്ല. स्वर्ग में बैठकर वो ये नहीं करता. അവിടെ എഴുതിയിരിക്കുന്നത്, എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് തരുമെന്നാണ്. वहां लिखा है कि मैं तुम्हें एक और सहायक देगा कि वह सर्वदा तुम्हारे साथ रहे. ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, എന്തിനാ ഈ ദൈവം പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചത്? कभी कभी मैं सोचता हूँ कि परमेश्वर ने पवित्र आत्मा को स्वर्ग से संसार में क्यों भेजा? നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുള്ളപ്പോൾ സ്വർഗത്തിലേക്ക് പ്രാർത്ഥിക്കുകയും സ്വർഗത്തിൽ നിന്ന് ഒരു രശ്മി ഇങ്ങോട്ട് അയക്കുകയൊക്കെ ചെയ്താൽ മതിയായിരുന്നല്ലോ. अभी कुछ अगर हो जाता है तो हमें यहाँ बैठ के प्रार्थना करना है, स्वर्ग में देखना है और स्वर्ग से एक किरण भेजकर हमारी मदद कर सकते हैं. എന്നാൽ അങ്ങനെയല്ല, നമ്മുടെ കൂടെ ഇരിക്കേണ്ടതിന്, അതായത് അതിന്റെ 17ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായിക്കാൻ അവനെ അതിന് ലഭിക്കാൻ കഴിയുകയില്ല, നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. लेकिन उसके अगले आयत में 17वें आयत में लिखा है, अर्थात सत्य के आत्मा जिसे संसार ग्रहण नहीं कर सकता क्योंकि वह उन्हें न देखता है और उसे जानता है, तुम उसे जानते हो क्योंकि वह तुम्हारे साथ रहता है और वह तुम में होगा. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിയിരിക്കുന്നത് എന്റെ കൂടെ വസിക്കാനും എന്റെ ഉള്ളിലിരിക്കാനുമാണ്. तो पवित्र आत्मा को परमेश्वर ने दिया है मेरे साथ रहने के लिए और मेरे भीतर बैठने के लिए. എപ്പോഴ്? എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന്. कब तक के लिए? सर्वदा तुम्हारे साथ रहने के लिए. അതായത് ഹോളി സ്പിരിറ്റ് ഒരു 24/7 എന്റെ കൂടെ നടക്കുകയാണ്. तो पवित्र आत्मा जो है 2400 घंटे 7 दिन मेरे साथ चलता है. ഹല്ലേലൂയ. हालेलुया. ആ രീതിയിൽ പരിശുദ്ധാത്മാവ് എന്റെ കൂടെ നടന്നാലേ എനിക്ക് ദൈവത്തിന്റെ, യേശുവിന്റെ കൽപ്പനകളെ അനുസരിക്കാനുള്ള ശക്തി കിട്ടത്തുള്ളൂ.
इस रीति से पवित्र आत्मा अगर मेरे साथ चले तो ही यीशु मसीह की आज्ञाओं को पालन करने का बल मुझे मिलेगा। 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി അയക്കുമെന്നാ പറയുന്നത്. हम उस वचन में हम पढ़ते हैं, मैं तुम्हें दूसरा एक सहायक भेजूंगा। ആ കാര്യസ്ഥൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഹെൽപ്പർ എന്ന് പറയാറുണ്ട്, പക്ഷെ ഹെൽപ്പർ എന്നുള്ള വാക്കല്ല കറക്റ്റ്. സ്ട്രെങ്തനർ എന്ന് പറയുന്ന വാക്കാണ്. ശക്തീകരിക്കുന്ന വ്യക്തിയെ അയച്ചു തരുമെന്നാണ്. अनुवादों में जो हम लोग देखते हैं उसमें सहायक लिखा है या मदद करने वाला, लेकिन वो मूल भाषा में मदद करने वाला नहीं है, हमें बल देने वाला या हमें बलवंत करने वाला। എനിക്ക് ശക്തിയില്ലാത്തപ്പോൾ എന്നെ ശക്തീകരിക്കേണ്ടതിന്, എന്തിന്? കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കാൻ, അവന്റെ ലെവലിൽ എന്നെ വളർത്താനാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അയക്കുന്നത്. जब मैं कमजोर हूं तुझे बलवंत बनाने के लिए, क्यों? परमेश्वर के सिर तक बढ़ने के लिए, मेरी सहायता करने के लिए, मुझे बल देने के लिए परमेश्वर ने अपनी पवित्र आत्मा मेरे लिए भेजा है। കാര്യം എനിക്ക് ആ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ ജീവിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. ഞാനൊരു ഹ്യൂമൻ ബീയിങ് ആണ്. क्योंकि मुझे परमेश्वर की उस गुणवत्ता के अनुसार जीने की क्षमता नहीं है, मैं केवल एक इंसान हूं। അതിന് ദൈവം എന്ത് ചെയ്തു? എന്നെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നു. और उसके लिए परमेश्वर ने क्या किया? मुझे बलवंत करने वाले पवित्र आत्मा को मेरे लिए भेजा। ദൈവത്തിന്റെ ലെവലിലേക്ക് എന്നെ ഉയർത്താൻ വേണ്ടി, परमेश्वर के उस सत्र की ओर, उस गुणवत्ता की ओर मुझे उठाने के लिए। ഞാൻ സാധാരണ ഒരു ഉദാഹരണം പറയാറുണ്ട്, അത് സമയമില്ലെങ്കിലും ഒന്ന് പറയുകയാണത്. ഇത് പുതുതായി വിശ്വാസത്തിൽ വരുന്നവരൊക്കെ പരിശുദ്ധാത്മാവിന്റെ ആ അവസ്ഥ മനസ്സിലാക്കാനാണ്. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന കാര്യം പറയാനാണ് ഞാനിത് പറയുന്നത്. എങ്കിലും ആത്മാവ് എന്താണെന്ന് അറിഞ്ഞെങ്കിലല്ല ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. मैं एक उदाहरण बताना चाहता हूँ, समय नहीं है लेकिन बताना चाहूंगा, क्योंकि आत्मा में प्रार्थना करने का विषय है, लेकिन आत्मा में प्रार्थना करने हैं तो आत्मा क्या है ये पहले समझना है। ഞാൻ 26 വർഷം മുമ്പ് നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തനത്തിന് വേണ്ടി പോകുന്നത് 26 years ബാക്കാണ്. नॉर्थ इंडिया में, उत्तर भारत में आप सेवकाई के लिए 26 साल पहले गए थे। അതിനു മുമ്പ് ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ ഗ്രാമങ്ങളും അതുപോലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 26 വർഷത്തിന് മുമ്പാണ്. उसके पहले भी उत्तर भारत में गया है, लेकिन ऐसे छोटे छोटे प्रांत प्रदेशों में, गांवों में वगैरह जो जाने की शुरुआत किया वो 26 साल पहले। അന്ന് മുഴുവൻ ഞാൻ യാത്ര ചെയ്യുന്നത് ട്രെയിനില്ല, ലോക്കൽ ട്രെയിൻസാ. और उस समय में लोकल ट्रेन में, आगगाड़ी में हम लोग सफर करते हैं। അപ്പോൾ ഈ പല ഗ്രാമങ്ങളിലെ റെയിൽവേ സ്റ്റേഷനിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ പ്ലാറ്റ്ഫോമിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന what do you say, മേൽപ്പാലമില്ല. तो बहुत से जगहों पे, छोटे छोटे गांवों में जो होता है, फुट ओवर ब्रिज नहीं होता एक प्लेटफॉर्म से दूसरे प्लेटफॉर्म जाने के लिए। അപ്പൊ നമ്മള് റെയിൽവേ ലൈൻ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മള് റെയിൽവേ ലൈനിൽ ഇറങ്ങിയിട്ട് അടുത്ത പ്ലാറ്റ്ഫോമിൽ കയറണം. तो एक प्लेटफॉर्म से दूसरे प्लेटफॉर्म अगर आपको जाना है तो आपको रेल की पटरी पार करके जाना होता है। അപ്പൊ മിക്കപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം, അനൗൺസ്മെന്റ് വരുന്നത് പലപ്പോഴും നമ്മൾ നിൽക്കുന്ന ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലാണെങ്കിൽ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലായിരിക്കും ട്രെയിൻ വരുന്നത്. तो समस्या ये होता है, हो सकता है हम लोग प्लेटफॉर्म क्रमांक 1 पर हो और उसके बाद घोषणा होता है कि गाड़ी प्लेटफॉर्म क्रमांक 2 पर आ रही है। അപ്പൊ ഞാന് 2-3 ബാഗും കൊണ്ടാണ് എപ്പോഴും യാത്ര ചെയ്യുന്നത്. तो मेरे पास हमेशा 2 या 3 सूटकेस या ऐसा बैग होता है। അപ്പോ ഞാൻ ഇതും കൊണ്ട് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ നിന്ന് താഴെ ഇറങ്ങി, तो मैं इस तरह से प्लेटफॉर्म से नीचे पटरी पे उतरकर എന്നിട്ട് അടുത്ത പ്ലാറ്റ്ഫോമിൽ കയറണം. उसके बाद मुझे दूसरे प्लेटफॉर्म पर चढ़ना है। ഈ പ്ലാറ്റ്ഫോം മിക്കപ്പോഴും എനിക്ക് കയറാവുന്നതിനേക്കാളൊക്കെ വലിയ ഹൈറ്റില്ല. और अक्सर होता यह है कि प्लेटफॉर्म जो है मेरे ऊंचाई से या फिर मुझे चढ़ सकता हूँ उस ऊंचाई से ऊपर होता है। ഞാനൊരു ചെറിയ മനുഷ്യൻ, എനിക്ക് 5 അടി 5 ഇഞ്ച് ഹൈറ്റേ ഉള്ളൂ. मैं एक छोटा व्यक्ति हूँ, मैं केवल 5.5 का कद का हूँ। അപ്പൊ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ചേട്ടാ ഈ പ്ലാറ്റ്ഫോം ഇച്ചിരി താഴ്ത്തി ആയിരുന്നെങ്കിൽ എനിക്ക് കയറാൻ എളുപ്പമായിരുന്നല്ലോ. तो मैं हमेशा सोचता हूँ कि ये प्लेटफॉर्म थोड़ा नीचे होता, इसकी ऊंचाई कम होती तो चढ़ने के लिए मुझे बहुत आसान होता। ഈ റെയിൽവേക്ക് എന്താ ഈ പ്ലാറ്റ്ഫോം ഇച്ചിരി താഴ്ത്തി പണിതാൻ? तो ये रेलवे ये प्लेटफॉर्म थोड़ा नीचे क्यों नहीं बनाता? പക്ഷേ റെയിൽവേ പ്ലാറ്റ്ഫോം പണിതത് എന്റെ ഹൈറ്റ് നോക്കിയിട്ടല്ല, ട്രെയിനിന്റെ ഹൈറ്റ് നോക്കിയിട്ടാ. लेकिन रेलवे ने जो प्लेटफॉर्म बनाया वो मेरे कद को देखकर नहीं, गाड़ी में चढ़ने की सुविधा को देखकर है।
ഇതുപോലെ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് എന്റെ കപ്പാസിറ്റി നോക്കിയല്ല സ്റ്റാൻഡേർഡ് പണിതിരിക്കുന്നത്, അവന്റെ ലെവൽ വെച്ചാ പണിതിരിക്കുന്നത്. और इसी तरह से परमेश्वर ने जो निर्माण किया है वो मेरी क्षमता के अनुसार नहीं, वो परमेश्वर की क्षमता के अनुसार है. അപ്പൊ ഞാനിങ്ങനെ പകച്ചു നിൽക്കുക, ഞാൻ എങ്ങനെ കയറും? तो मैं अभी खड़ा हूं, कैसे मैं चढ़ूंगा? അപ്പോഴാണ് നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ഒരാൾ വന്ന് അടുത്ത പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. तो अच्छा एक ऊंचा कद का व्यक्ति वो सामने वाले प्लेटफॉर्म में खड़ा है. അപ്പൊ എന്നോട് ചോദിച്ചു, ഈ പ്ലാറ്റ്ഫോമിലേക്ക് കയറണമല്ലേ? तो उसने सवाल किया, आपको इस प्लेटफॉर्म में चढ़ना है? അതെ, അതാ എന്റെ ആഗ്രഹം, പക്ഷെ എനിക്ക് ഹൈറ്റ് ഇല്ല. मैंने कहा हाँ यही मेरी इच्छा है, लेकिन मेरा ऊंचाई नहीं है. സാരമില്ല, ഞാൻ നിങ്ങളെ സഹായിക്കാൻ വന്നതാ. उसने कहा कोई बात नहीं, मैं तुम्हारी मदद के लिए आया हूँ. നിങ്ങളുടെ കൈ ഇങ്ങോട്ടാ. तुम्हारा हाथ मेरे हाथ में दे दो. അപ്പൊ ഞാൻ എന്റെ കൈ അദ്ദേഹത്തിന്റെ കയ്യിലോട്ട് കൊടുത്തപ്പോൾ അദ്ദേഹം എന്നെ വലിച്ചു പൊക്കി പ്ലാറ്റ്ഫോമെ കയറ്റി നിർത്തി. तो जब मैंने मेरा हाथ उसके हाथों में दिया, उसने खींचकर मुझे उठाकर उस प्लेटफॉर्म में खड़ा कर दिया. ഇതാ പരിശുദ്ധാത്മാവിന്റെ ജോലി. तो ये पवित्र आत्मा का काम है. ദൈവത്തിന്റെ ലെവലിൽ പണിതിരിക്കുന്ന ദൈവത്തിന്റെ സ്റ്റാൻഡേർഡില് എനിക്ക് കയറാൻ ശക്തിയില്ലാതെ ഇരിക്കുമ്പോൾ അത് മനസ്സിലാക്കി ദൈവം സഹായകനെ അയച്ചതാണ് പരിശുദ്ധാത്മാവ്. परमेश्वर के स्तर पर जब मैं नहीं आ सकता, तो उस क्षमता के लिए मेरी मदद करने के लिए भेजा गया है पवित्र आत्मा. ആ പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ എന്റെ കൈ കൊടുക്കണം. उस पवित्र आत्मा के हाथों में मुझे अपने हाथ को देना है. അപ്പൊ അതുകൊണ്ട് ഒരു സമർപ്പണം അനിവാര്യമാണ്. ഹോളി സ്പിരിറ്റിന് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. तो इसलिए एक समर्पण जो है आवश्यक है, अनिवार्य है. पवित्र आत्मा के लिए मेरे अपने आप को मुझे सौंप देना है. വിശുദ്ധ ജീവിതം ജീവിക്കണമെങ്കിൽ സമർപ്പണം ആവശ്യമാണ്. അല്ലാതെ ഓടിപ്പോകുന്നവനെ വലിച്ചു കയറ്റുന്നതല്ല, കൈകളിൽ ഏൽപ്പിക്കുന്നവനെ വലിച്ചു കയറ്റുന്നതാണ് പരിശുദ്ധാത്മാവ്. पवित्र जीवन जीना है तो समर्पण जरूरी है. दौड़कर जाने वाले को खींचकर उठाने वाला नहीं है. जो अपने आप को समर्पण करके हाथों में देता है, उसे उठाने वाला पवित्र आत्मा है. ഈ പരിശുദ്ധാത്മാവ് എപ്പോഴും എന്റെ കൂടെ ഇരിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. और ये पवित्र आत्मा सर्वदा मेरे साथ रहेगा, ऐसा यहाँ पर लिखा है. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആത്മാവിൽ പ്രാർത്ഥിക്കണം എന്ന് പറയാനുള്ള കാര്യം. और इसीलिए लिखा गया है कि जब हम प्रार्थना करते हैं तो पवित्र आत्मा में प्रार्थना करें. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ ആത്മീക പോരാട്ടത്തെ കുറിച്ച് അതിന്റെ 10 മുതൽ ഉള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. एफेसियों की पत्री 6 अध्याय 10 से लेके आत्मिक लड़ाई के बारे में वहां लिखा है. ഞാൻ അതിനെക്കുറിച്ച് നമുക്ക് കംപ്ലീറ്റ് പറയാനുള്ള അവസരം നമുക്കില്ല. उसके बारे में पूरा करने के लिए हमारे पास समय नहीं है. അതിന്റെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. 10वें आयत में निदान प्रभु में और उसकी शक्ति के प्रभाव में बलवंत बनो. കർത്താവിലും അവന്റെ അമിതബലത്തിലും, परमेश्वर में और उसके बल में. അവിടെ ഞാൻ എന്റെ ബലത്തിലല്ല ശക്തിപ്പെടുന്നത്. तो वहां पर मैं मेरे बल पर शक्ति नहीं पाता. എന്റെ സ്വയത്തിലല്ല ശക്തിപ്പെടുന്നത്. अपने आप में मैं बलवंत नहीं होता. കർത്താവിലും അവന്റെ അമിതബലത്തിലും, प्रभु में और उसकी शक्ति में. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ്, ക്രിസ്തീയത എന്ന് പറയുന്നത് സ്വയത്തിന്റെ നിഷേധമാണ്, അല്ലാതെ സ്വയത്തിന്റെ ശക്തീകരണമല്ല. और कई बार हमको जो सच्चाई को समझना है, मसीह जीवन का मतलब है अपने आप को बलहीन करना, अपने आप में शक्ति पाना नहीं. ഈ ചെറുപ്പക്കാരൊക്കെ പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, ഇവിടെയല്ല പല സമയത്തും പല സ്ഥലങ്ങളിലും ചോദിക്കാറുണ്ട്, വെസ്റ്റേൺ കൺട്രീസിലൊക്കെ, വാട്ട് ഈസ് റോങ് വിത്ത് യോഗ? नौजवान लोग यहाँ पर भी और पश्चिम देशों में भी ये सवाल करते हैं, योगा करने से क्या गलत है? ഞാനിതൊക്കെ ഈ പ്രായോഗികമായ പല കാര്യങ്ങളും ഈ ക്ലാസ്സുകളിൽ പറയുന്നത് നമ്മളെയൊക്കെ അടുത്ത് ചിലപ്പോൾ ആളുകൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളായതൊക്കെ. व्यवहारिक बातों को मैं ऐसे बबल अध्ययन के समय में इसलिए कहता हूँ क्योंकि हमें भी ऐसा सवालों का सामना कभी करने पड़ता है. അബുദാബിയിൽ ഒരു ക്യാമ്പിന് ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഇപ്പോഴല്ല കുറെ വർഷം മുമ്പാ. कई सालों पहले अबुधाबी में एक छावनी, एक कैंप चल रहा था. वहां पर एक नौजवान ने आकर मुझसे सवाल किया, अंकल व्हाट इज रॉन्ग विथ आर्ट ऑफ लाइफ? आर्ट ऑफ लाइफ में क्या गलती है? നിങ്ങൾക്ക് അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ നീ പറഞ്ഞതെന്തോ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ എന്നിങ്ങനെ പറഞ്ഞു.
तो मैंने कहा बेटा आपने जो कहा और एक बार आप कहिए। അങ്കിൾ കേട്ടിട്ടില്ലേ ആർട്ട് ഓഫ് ലൈഫ്? तो आपने सुना नहीं आर्ट ऑफ लाइफ यानी जीवन की कला? ഞാൻ പറഞ്ഞു മോനെ കേട്ടിട്ടുണ്ട്, ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലൈഫ് അല്ലേ നീ പറയുന്നത്? ഞാൻ അങ്ങോട്ട് ചോദിച്ചു. मैंने कहा हाँ मैंने सुना है, श्री रविशंकर का आर्ट ऑफ लिविंग के बारे में आप कह रहे हो ना? ഓ യെസ് യെസ്, അപ്പൊ അങ്കിളിന് അറിയാമല്ലേ? तो उन्होंने कहा हाँ हाँ आप जानते हो। അറിയാം മോനെ, നീ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ അത്. मैंने कहा हाँ मैं जानता हूँ, आप और एक बार कहिए। ആർട്ട് ഓഫ് ലൈഫ്. आर्ट ऑफ लाइफ। അപ്പൊ ഞാൻ ചോദിച്ചു നീ പോകുന്നുണ്ടോ? तो मैंने पूछा क्या तू जाता है? യാ, ഞാൻ അതിന് പോകാനുള്ള ഒരു പ്ലാനില്ല. हाँ उसमें जाने की योजना है। ഞാൻ പറഞ്ഞു മോനെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാടാ. मैंने कहा और एक बार बोलो। അപ്പൊ അവൻ ചോദിച്ചു ഇതെന്തോ അങ്കിൾ എന്നെ കൊണ്ട് ഇതല്ലേ പിന്നെയും പറയിക്കുന്നത്? तो उसने पूछा अंकल आप मुझे बार बार ये कहलाने के क्यों कहला रहे हो? ആർട്ട് ഓഫ് ലൈഫ്. आर्ट ऑफ लाइफ। അപ്പൊ ഞാൻ പറഞ്ഞു മോനെ ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? तो मैंने उसको पूछा आर्ट का मतलब क्या है? ആർട്ട്, വാട്ട് ഈസ് ആർട്ട്? ആർട്ട് ഈസ് ആർട്ട്. तो उसने बोला आर्ट क्या है? आर्ट आर्ट है। ഞാൻ പറഞ്ഞു മോനെ ആർട്ട് എന്ന് പറയുന്നത് റിയൽ അല്ല. നീ എൻ്റെ ഒരു പിക്ചർ വരയ്ക്കുകയാണെങ്കിൽ പിക്ചർ ആർട്ടാണ്, ഞാൻ റിയൽ ആണ്. तो मैंने कहा कि आर्ट जो है या कला जो है वो सच नहीं होता। तू अगर मेरा तस्वीर बनाता है तो वो तस्वीर है, वो मैं नहीं हूँ। ഞാൻ റിയലും പിക്ചർ ആർട്ടുമാണ്. मैं सच और तस्वीर जो है वो कला है। ആർട്ട് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ അത് റിയൽ അല്ല, അത് കലയാണ്, അല്ലാതെ അത് റിയൽ അല്ലെന്ന്. അതിനകത്ത് ലൈഫ് ഇല്ല. तो आर्ट ऑफ लाइफ का मतलब उसका नाम ही यही है कि वो एक कला है, उसमें जीवन नहीं है। എന്റെ മക്കളെ, നീ ഒരു ബന്ധുക്കോസുകാരനല്ലേടാ. ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞ ഞാൻ I am the truth and I am the way, the truth and life. ഞാൻ ജീവനാകുന്നു, I am the life എന്ന് പറഞ്ഞ യേശുവിനെ കളഞ്ഞിട്ട് നീ എന്തിനാടാ അതിന്റെ ഇമിറ്റേഷന് വേണ്ടി പോകുന്നതെന്ന് ചോദിച്ചു. तो मैंने सोचा तू जो यीशु मसीह है जिसने कहा है कि तू तो एक पेंटिकोस अनुभव समाज में से है, जिस यीशु मसीह ने कहा मैं ही जीवन हूँ, उस सच्चे मसीह को छोड़कर तू झूठ के पीछे और ढोंग के पीछे क्यों जाता है? ഇതാണ് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം. നമ്മൾ പലപ്പോഴും ഇതുപോലെയുള്ള ഇന്നത്തെ ഒരു ആധുനികമായ പ്രശ്നമാണ്. അതുപോലെ ഒരു കാര്യമാണ് ഈ യോഗ എന്ന് പറയുന്നത്. ये आज के युग का एक समस्या है, इसी तरह से योगा भी एक समस्या है। അതുകൊണ്ട് ഇതിന്റെ ഒന്നും പുറകെ ദയവ് ചെയ്ത് പോകരുത്. इसलिए कृपया करके इसके पीछे नहीं जाना। എന്താണ് യോഗയുടെ പ്രത്യേകത? योगा की खासियत क्या है? യോഗ ഇറ്റ് ഈസ് ബിൽഡിംഗ് അവർ സെൽഫ്. എന്റെ സെൽഫിനെ ശക്തീകരിക്കുന്നതിനാണ് യോഗ ചെയ്യുന്നത്. योगा हम इसलिए करते हैं ताकि मैं अपने आप को मैं निर्माण करूं, मेरा अपना शक्ति बल बनाऊं। എന്റെ സെൽഫിനെ ശക്തീകരിക്കുന്നതിനാണ് യോഗ. अपने स्वयं को बलवंत करने के लिए योगा करते हैं। എന്നാൽ കർത്താവ് പറഞ്ഞ വാചകം എന്താണ്? കർത്താവ് പറഞ്ഞത് if anyone would follow me let him deny himself and follow me. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച്. लेकिन यीशु मसीह ने क्या कहा? अगर कोई मेरे पीछे होना चाहता है तो अपने आप को त्याग कर वो मेरे पीछे आना है। ഒരു വ്യക്തി തന്നെ തന്നെ ശക്തീകരിക്കുന്നതാണ് യോഗ. ഒരു വ്യക്തി തന്നെ തന്നെ ഉപേക്ഷിക്കുന്നതാണ് ആത്മീയത. एक व्यक्ति अपने आप को शास्त्रीकरण करता है वो योगा है, और एक व्यक्ति जो अपने आप को त्याग देता है वो आत्मिक है। അതുകൊണ്ടാണ് കർത്താവിലും അവന്റെ അമിത ബലത്തിലും ധൈര്യപ്പെടുവീൻ. എന്റെ ബലത്തിലല്ല, എന്നെ ശക്തീകരിക്കുകയല്ല, സെൽഫിന്റെ പ്രൊമോഷൻ അല്ല ക്രിസ്ത്യാനിറ്റി. इसलिए लिखा है प्रभु में और उसकी शक्ति की प्रभाव में बलवंत हो। अपने आप को आगे करना नहीं है आत्मिक जीवन। സെൽഫിന്റെ പ്രൊമോഷൻ അല്ല, സെൽഫിന്റെ ഡിനയലാണ് ക്രിസ്ത്യാനിറ്റി. और अपने आप को जो है प्रदोरित करना ये मसीह जीवन नहीं है, अपने आप को त्याग देना मसीह जीवन है। സെക്യുലറിസം ഒരു കാരണവശാലും സെൽഫ് ഡിനയൽ അംഗീകരിക്കത്തില്ല. നമ്മളെല്ലാം പറയുന്നത് നിങ്ങൾ സെൽഫ് എസ്റ്റീം ഉണ്ടാകണം, സെൽഫിനെ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്യുലറിസം എന്ന് പറയുന്നത്. യോഗ ഒക്കെ അതിന്റെ ഒരു ഭാഗമാണ്. सेक्युलरिज्म या फिर धर्म निरपेक्षता जिसको हम कहते हैं,
वो कभी भी अपने आप को त्यागने की बात नहीं करता, लेकिन अपने स्वयं को ऊंचा करने की बात करता है। പക്ഷേ ക്രിസ്ത്യാനിത്വം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. लेकिन ईसाई जीवन उसके विपरीत में है। നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്നത് സെൽഫ് റിലയൻസ് ആണ്, നമ്മളിൽ തന്നെ ആശ്രയിക്കുക. हम बच्चों को आत्मनिर्भरता सिखाते हैं, എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത് സെൽഫ് റിലയൻസ് അല്ല, അത് സെക്യുലറിസത്തിന്റെ ഓപ്പോസിറ്റ് ആണ്. लेकिन परमेश्वर का कलाम कभी भी आत्मनिर्भरता नहीं सिखाता, वो धर्मनिरपेक्षता के खिलाफ है। അതുപോലെ തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഇൻഡിപെൻഡന്റ് ആകണമെന്നാണ്, പക്ഷെ വേദപുസ്തകം പഠിപ്പിക്കുന്നത് നമ്മൾ ഡിപ്പെൻഡന്റ് ആകണമെന്നാണ്. और इसी तरह से हम लोग सिखाते हैं कि हमें निर्भर होना है, लेकिन परमेश्वर का कलाम कहता है कि हमें दूसरों पे निर्भर रहना है. നമ്മൾ ദൈവത്തിൽ ഡിപ്പെൻഡന്റ് ആയിരിക്കണം, മനുഷ്യരിൽ ഇന്റർഡിപ്പെൻഡന്റ് ആയിരിക്കണം. हमें परमेश्वर में निर्भर होना है, मनुष्यों में आपस में हमें समझौता होना है. നമുക്ക് എല്ലാവരും അന്യോന്യം എല്ലാവരും വേണം, നമുക്ക് റിലേഷൻ ഉണ്ടാകണം. അതൊക്കെ ഇന്ന് ഇല്ലാതെ വരികയാണ്. हमें सब लोग चाहिए, आपसी रिश्ता चाहिए, ये सब आज नहीं दिखता. ഈ ആത്മീക പോരാട്ടത്തെ കുറിച്ച് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ മൊത്തമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ आत्मिक लड़ाई के बारे में एफेसियों की पत्री 6 का 10 से जब आगे हम पढ़ते हैं, അവിടെ 6 ആയുധങ്ങളെ കുറിച്ച് ആദ്യം പറയുന്നു. वहां पे जो है 6 शस्त्रों के बारे में लिखा गया है. ബെൽറ്റ് ഓഫ് ട്രൂത്ത്, ബ്രസ്റ്റ് പ്ലേറ്റ്, ഞാനത് വായിക്കുന്നില്ല, ഫുട്വെയർ ഓഫ് പീസ്, ഷീൽഡ് ഓഫ് ഫെയ്ത്ത്, ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ, സ്വോർഡ് ഓഫ് ദ സ്പിരിറ്റ്, അങ്ങനെ പല കാര്യങ്ങൾ പറയും. तो वहां पे काफी हथियारों के बारे में बताया गया है. सत्य की अपना कमर बांधकर, धार्मिकता का झिलम पहनना, पावों में मेल के सुसमाचार की तैयारी, ऐसे 6 शस्त्र के बारे में बताया गया है. എന്നാൽ അത് പറഞ്ഞു നിർത്തുന്നത് 18-ാമത്തെ വാക്യത്തിൽ. അതായത് 6 കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം 18-ാമത്തെ വാക്യത്തിൽ സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥിപ്പിൻ. और ये शस्त्र अस्त्रों की बात, ये 6 बातों को बताने के बाद 18वें वचन में जो समाप्त किया गया है, उसमें ऐसा लिखा है, और हर समय और हर प्रकार से आत्मा में प्रार्थना और विनती करते रहो, और इसीलिए जागते रहो कि जब पवित्र लोगों के लिए लगातार विनती किया करो. ആത്മീക ആയുധങ്ങളെ കുറിച്ച് പറയുന്ന ആദ്യത്തെ 6 കാര്യങ്ങളും ഓരോ വാചകത്തിൽ പറഞ്ഞു നിർത്തിയെങ്കിൽ പ്രാർത്ഥനയെ കുറിച്ച് അടുത്ത 3 വാക്യങ്ങൾ മൊത്തം പൗലോസ് ഉപയോഗിച്ചിരിക്കുകയാണ്. तो अगर आत्मिक हथियारों के बारे में केवल एक पंक्ति लिखकर अगर छोड़ दिया है, तो प्रार्थना के बारे में अगला 3 वचन को लिखा है. അപ്പോൾ ബാക്കി എല്ലാ ആയുധങ്ങളും ഉണ്ടെങ്കിലും പ്രാർത്ഥന ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. तो सारे हथियार होने के बावजूद अगर प्रार्थना नहीं है, तो हम विफल हो जाएंगे. ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുമെന്നാണ്. പ്രാർത്ഥന ഇല്ലെങ്കിൽ അത് സർവായുധമാകത്തില്ല, കംപ്ലീറ്റ് ആകത്തില്ല. तो परमेश्वर के सारे हथियार बांधो, ऐसा लिखा है, लेकिन प्रार्थना नहीं है तो वो सारे हथियार नहीं होता. എന്നാൽ ഈ പ്രാർത്ഥന ഇവിടെയും ഉപയോഗിക്കുന്നത് ആത്മാവിൽ പ്രാർത്ഥിച്ചെന്നാണ്. और ये प्रार्थना को भी यहाँ लिखा गया है कि आत्मा में प्रार्थना करना. ഇതിന്റെ അർത്ഥം നമ്മള് 24 മണിക്കൂറും അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ല. इसका मतलब 24 घंटे हमें अन्य भाषा में बोलते रहना है, ऐसा नहीं है. തമിഴ്നാട്ടിൽ ഒരു പാർട്ടി ഉണ്ട്, നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ അന്യഭാഷ പഠിപ്പിക്കും. तमिलनाडु में एक ऐसा व्यक्ति है, आप वहां जाएंगे तो अन्य भाषा सिखाता है. എന്നിട്ട് 2 മണിക്കൂർ അന്യഭാഷ പറയണമെന്ന് പറയും, ഇരുത്തി പറയിക്കും. और 2 घंटा अन्य भाषा में बात करने का है कहेगा, और 2 घंटा बिठाकर आपसे बुलवाएगा. ഒത്തിരി പേരുണ്ട് അവിടെ പോയി അന്യഭാഷ പഠിച്ച് പറയുന്നവര്. बहुत से लोग हैं जो वहां जाकर अन्य भाषा सीख कर बोलते हैं. ദയവ് ചെയ്ത് അങ്ങനെ ഉള്ളിടത്തൊന്നും പോയി നിങ്ങളെ തന്നെ നശിപ്പിച്ച് കളയരുത്. कृपया करके ऐसी जगहों में जाकर आप अपने आप को नाश नहीं करना. എന്നിട്ട് പറയും ആത്മാവിൽ പ്രാർത്ഥിക്കണം, അതുകൊണ്ട് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കണം, പറഞ്ഞു അന്യഭാഷ. और फिर कहेंगे आत्मा में प्रार्थना करना है, इसलिए अन्य भाषाओं में बात करते रहो, अन्य भाषा में बात करते रहो. എന്റെ പൊന്നു സഹോദരന്മാരെ, ഞാൻ എല്ലാ ദിവസവും അന്യഭാഷ പറയുന്ന ആളാ. ഞാൻ അന്യഭാഷയ്ക്ക് എതിരൊന്നുമല്ല. मेरे प्रिय भाइयों, मैं हर रोज अन्य भाषा में बात करता हूँ, मैं अन्य भाषा के खिलाफ नहीं हूँ. പക്ഷെ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറും അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നല്ല അതിന്റെ അർത്ഥം. लेकिन आत्मा में प्रार्थना करने का मतलब 24 घंटे अन्य भाषाओं में बात करना नहीं है उसका अर्थ. അതിന്റെ അർത്ഥം നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ്
നിങ്ങളെ പ്രാർത്ഥിപ്പിക്കുന്നതാണ്, അഥവാ ആ ആത്മബന്ധത്തിൽ പ്രാർത്ഥിക്കുന്നതാണ് ആത്മാവിലുള്ള പ്രാർത്ഥന. इसका मतलब तुम्हारे साथ और तुम्हारे भीतर जो पवित्र आत्मा है उसकी अगुवाई में जब तुम प्रार्थना करते हो, या वो आत्मा जब तुम्हें प्रार्थना के लिए प्रभावित करता है, वो आत्मा में प्रार्थना करना है. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14:17 വായിച്ചല്ലോ, അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യും. യോഹന്നാ का 14:17 में हमने पढ़ा, वो तुम्हारे साथ वास करेगा, वो तुम्हारे भीतर रहेगा. പരിശുദ്ധാത്മാവ് എന്റെ കൂടെ നടക്കുകയും എന്റെ ഉള്ളിൽ വസിക്കുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. पवित्र आत्मा मेरे साथ चलता है और पवित्र आत्मा जब भीतर होता है तब मैं आत्मा में प्रार्थना कर सकता हूँ. അപ്പോൾ നമ്മള് യൂദായുടെ ലേഖനം അതിന്റെ 18, ഞാൻ ഈ കോൺട്രാസ്റ്റ് നമ്മൾ ഇന്നലെ പഠിച്ചപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. 18-ാമത്തെ വാക്യത്തിൽ അവരെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്ക് 18-ാം വാക്യത്തില്, अच्छा, यहूदा 18 कलम ने जब उस विरोधाभास के बारे में बात किया तो 18 में उनके बारे में जो लिखा है वो ये कहता है, 18-19 വാക്യങ്ങൾ, 18 और 19 आयत. ഓക്കെ, 19 മാത്രം വായിച്ചാൽ മതി. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. 19 आयत, वे तो फूट डालते हैं, शारीरिक लोग हैं जिनमें आत्मा नहीं है. അവര് വേൾഡ്ലിയാണ്, അവർക്ക് ആത്മാവില്ല. അവരും ചിലപ്പോ പ്രാർത്ഥിക്കും. കാര്യം ഇത് പള്ളിക്കകത്ത് കയറി വരുന്നവരാ. അവരും ചിലപ്പോ പ്രാർത്ഥിക്കും, പക്ഷെ അവരുടെ പ്രാർത്ഥന പ്രാകൃതമായ പ്രാർത്ഥനയാണ്, ആത്മാവില്ലാത്ത പ്രാർത്ഥനയാണ്. നിങ്ങളോ ആത്മാവിൽ പ്രാർത്ഥിച്ചു. वो संसारिक है, वो शारीरिक है, वो भी प्रार्थना करेंगे क्योंकि कलीसिया में आने वाले लोग हैं, वो प्रार्थना करेंगे लेकिन उनमें आत्मा नहीं है. लेकिन जब तुम प्रार्थना करो तो आत्मा में प्रार्थना करो. അവർ ആത്മാവില്ലാത്തവരാണ്, എന്നാൽ നിങ്ങൾ ആത്മാവിനോട് കൂടെ നടക്കുകയും നിങ്ങളിൽ ആത്മാവ് വസിക്കുകയും ചെയ്യുന്നു. उनमें आत्मा नहीं है लेकिन तुम आत्मा में चलने वाले और आत्मा तुम में वास करने वाले लोग हैं. അവർക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയില്ല, കാരണം അവർക്ക് ആത്മാവില്ല. वो आत्मा में प्रार्थना नहीं कर सकते क्योंकि उनमें आत्मा नहीं है. എന്നാൽ അവരും പ്രാർത്ഥിക്കുമായിരിക്കും, പക്ഷെ അവർ പ്രാർത്ഥിക്കുന്നത് ആത്മാവിലല്ല. लेकिन वो भी प्रार्थना करते हैं लेकिन आत्मा में नहीं. ആത്മാവ് നമുക്കൊരു നിരന്തര യാഥാർത്ഥ്യമാകണം. നമ്മള് റോമാലേഖനം 8-ാം അധ്യായം വായിക്കുമ്പോൾ ചില ഭാഗങ്ങൾ, വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് വായിക്കുകയാണ്, പെട്ടെന്ന് സമയം ഇല്ലാത്തത് കൊണ്ടാണ്. അത് ഈ 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിലൊന്ന് വായിക്കുക, വീട്ടിൽ പോയി വായിക്കുക. रोमर की पत्री 8 का 1 से लेकर 16 तक आप घर में पढ़ लेना. अभी समय नहीं है इसलिए बस कुछ वचनों को पढ़ूंगा. അവിടെ നമ്മൾ കാണുന്നത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, അഥവാ 7-ാം അധ്യായത്തിൽ ആത്മാവില്ലാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ പാപത്തോട് പോരാടുന്നതിന് കഴിയാതെ പരാജയപ്പെടുന്ന അവസ്ഥയാണ് 7-ാം അധ്യായത്തിൽ കാണുന്നത്. वहां पर रोमर की पत्री 7वां अध्याय में आत्मा के बगैर जो हम लड़ाई कर कर विफल हो जाते हैं उस बारे में लिखा है. എന്നാൽ 8-ാം അധ്യായത്തിൽ നമ്മൾ ആത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ, लेकिन 8वें अध्याय में जब हम पवित्र आत्मा को पाएंगे, നമുക്ക് 2-ാമത്തെ വാക്യത്തിൽ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. 8 का 2, क्योंकि जीवन की आत्मा की व्यवस्था ने मसीह यीशु में मुझे पाप की और मृत्यु की व्यवस्था से स्वतंत्र कर दिया है. 7-ാം അധ്യായത്തിൽ ആത്മാവില്ല, 8-ാം അധ്യായത്തിൽ നാം ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാവുകയാണ്. 7वें अध्याय में आत्मा नहीं है, 8वें अध्याय में आत्मा से अगुवाई किए हुए लोग हैं हम. 4-ാമത്തെ വാക്യത്തിൽ ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. 4थे आयत में इसलिए कि व्यवस्था की विधि हम में जो शरीर के अनुसार नहीं वरन आत्मा के अनुसार चलते हैं पूरी की जाए. അവിടെ കോൺട്രാസ്റ്റ് വരുന്നത് ജഡവും ആത്മാവും തമ്മിലാണ്. और वहां पे शरीर और आत्मा में वहां पर वो विरोध आता है. അവിടെ 5-ാമത്തെ വാക്യത്തിൽ ജഡ സ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മ സ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. 5वां आयत, क्योंकि शारीरिक व्यक्ति शरीर की बातों पर मन लगाता है परंतु आध्यात्मिक आत्मा की बातों पर मन लगाता है. 8-ാമത്തെ വാക്യത്തിൽ ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. और 8वें आयत में जो शारीरिक दशा में है वो परमेश्वर को प्रसन्न नहीं कर सकते.
9-ാമത്തെ വാക്യത്തിൽ നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. 9वां आयत, परंतु जबकि परमेश्वर का आत्मा तुम में बसता है तो तुम शारीरिक दशा में नहीं परंतु आत्मिक दशा में है। यदि किसी में मसीह का आत्मा नहीं तो वह उसका जन नहीं। ഞാൻ പിന്നീട് വായിക്കുന്നത് നിങ്ങൾ മുഴുവൻ വായിക്കണം. 14-ാമത്തെ വാക്യത്തിൽ ദൈവാത്മാവ് നടത്തുന്നവനെല്ലാം ദൈവത്തിന്റെ മക്കളാകും. 14वां आयत पढ़ता हूँ, बाद में आप लोग जो पहले कहा पूरा पढ़ लेना। इसलिए कि जितने लोग परमेश्वर के आत्मा के चलाए चलते हैं वे ही परमेश्वर के पुत्र है। ഈ ആത്മാവ് നമ്മിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ റിലേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ആത്മാവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ദൈവത്തെ അബാ പിതാവേ എന്നാണ് വിളിക്കുന്നത്. 15-ാമത്തെ വാക്യത്തിൽ ये आत्मा जब हमारे अंदर आ जाता है तो हम एक रिश्ते में प्रवेश करते हैं। 15वां आयत में जैसा पढ़ते हैं, जब ये आत्मा हमारे अंदर आता है तो हम उसे अब्बा पिता पुकारते हैं। ആ ആത്മാവ് നമ്മിൽ വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവും നമ്മളെ ആത്മാവും തമ്മിലൊരു സംസർഗമുണ്ടെന്നാണ് 16-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. 14वां आयत में हम देख सकते हैं, जब वो आत्मा हमारे अंदर आता है हमारे आत्मा और परमेश्वर की आत्मा में एक मिलाप होता है। നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയും. और हम परमेश्वर के पुत्र हैं ऐसा परमेश्वर अपने आप को परमेश्वर को गवाही देता है। അങ്ങനെ ആത്മാവ് എനിക്കൊരു യാഥാർത്ഥ്യമായി തീർന്നാലേ എനിക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. इस तरह से आत्मा मेरे लिए जब एक सच्चाई बन जाता है तभी मैं आत्मा में प्रार्थना कर सकता हूँ। വിശദമാക്കുന്നില്ല. 26-27 വാക്യങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം. അവിടെ ഈ ആത്മാവ് എങ്ങനെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നുവെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 26 और 27वां आयत को आप लोग पढ़ लेना। वहां पर कैसे आत्मा प्रार्थना में मदद करता है ये स्पष्ट रूप से लिखा है। അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. इसी रीति से आत्मा भी हमारी दुर्बलता के सहायता करता है, क्योंकि हम नहीं जानते कि प्रार्थना किस रीति से करना चाहिए, परंतु आत्मा आप ही इसी आहे भर भरकर जो बयान से बाहर है हमारे लिए विनती करता है। അപ്പോൾ ആത്മാവ് എനിക്കൊരു യാഥാർത്ഥ്യമാകുമ്പോൾ ആത്മാവ് എന്നെ പ്രാർത്ഥനയിൽ നയിക്കും. तो आत्मा जब मेरे लिए सच्चाई बन जाता है आत्मा मुझे प्रार्थना में अगुवाई करेगा। അങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ഞാൻ വേണ്ടും പോലെ പ്രാർത്ഥിക്കുന്നത്. और ऐसा जब आत्मा मेरी अगुवाई करता है तो जिस तरह चाहिए उस रीति से मैं प्रार्थना करूंगा। അല്ലെങ്കിൽ പലപ്പോഴും എന്റെ പ്രാർത്ഥന എന്റെ ജഡിക മോഹങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കും. नहीं तो कई बार मेरी प्रार्थना मेरी शारीरिक अभिलाषाओं के लिए होगा। പരിശുദ്ധാത്മാവ് എനിക്കൊരു യാഥാർത്ഥ്യമാകുമ്പോൾ പരിശുദ്ധാത്മാവ് എന്തു പ്രാർത്ഥിക്കണമെന്ന് എന്നെ പഠിപ്പിക്കും. पवित्र आत्मा जब मेरे लिए सच्चाई बन जाता है तो पवित्र आत्मा क्या प्रार्थना करता है ये मुझे सिखाता है। എന്ന് തന്നെയല്ല 27-ാമത്തെ വാക്യത്തിൽ എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷവാദം ചെയ്യുന്നതുകൊണ്ട്. അപ്പോ വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യണമെന്നൊക്കെ ഞാൻ അറിയുന്നത് എങ്ങനെയാ? ആത്മാവ് പറയുന്നത് കൊണ്ടാണ്. तो 27 आयत में हम देखते हैं पवित्र लोगों के लिए विनती करते हैं, तो पवित्र लोगों के लिए विनती करना है ये मुझे कैसे बताता है? पवित्र आत्मा मुझे सिखाता है। ഇത് എപ്പോഴും നടക്കേണ്ട കാര്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. और ये सर्वदा हर समय चलने वाली बात है, ये हमको समझना है। എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പി. एफेसियन की पत्री 6 उसका 18 में हम पढ़ते हैं, और हर समय और हर प्रकार से आत्मा में प्रार्थना और विनती करते रहो और इसलिए जागते रहो कि सब पवित्र लोगों के लिए लगातार विनती किया करो। യൂദായുടെ ലേഖനത്തിൽ യൂദ പറയുന്നത് നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കാര്യം ആത്മാവ് എപ്പോഴും കൂടെയുണ്ട്. यूदा के पत्री में लिखा है कि तुम आत्मा में प्रार्थना करो, और जो आत्मा में प्रार्थना करता है वो सर्वदा प्रार्थना करेगा, क्योंकि आत्मा हर समय उसके अंदर है। 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എന്നാണ് പറയുന്നത്. पहले തെസ്സലോനി 5:16 में लिखा है कि निरंतर प्रार्थना करो.
അപ്പോൾ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമ്മളെ തന്നെ ബിൽഡ് ചെയ്യണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഇത് ഒത്തിരി വിശദമാക്കാനുണ്ട്, ഞാൻ ഇനി അടുത്തതിലേക്ക് അങ്ങ് പോകുകയാണ്. तो अति पवित्र विश्वास में हमको निर्माण करना है, आत्मा में प्रार्थना करना है। विस्तार से कहने के लिए बहुत है, लेकिन मैं अब अगली मुद्दे की ओर जाता हूँ. അടുത്ത 2 ഡിസിപ്ലിൻസ് ഏകദേശം ഒന്നിച്ച് പറയാൻ പറ്റുന്ന ഡിസിപ്ലിൻസ് ആണ്. अगला दोनों अनुशासन जो है साथ में कहने वाला अनुशासन है. 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ 20 और 21 आयत को जब हम पढ़ते हैं, നിങ്ങളോ നമ്മുടെ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. അതാണ് ആദ്യത്തെ 2 നമ്മൾ പറഞ്ഞത്. तो पर हे प्रियो, तुम अपने अति पवित्र विश्वास में अपनी उन्नति करते और पवित्र आत्मा में प्रार्थना करते हुए, ये वो पहला 2 अनुशासन है जो हमने चर्चा किया. 3-4 കാര്യങ്ങൾ ഒറ്റ വാക്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. तीसरा और चौथा विषय को एक साथ एक ही वचन में लिखा गया है, अपने आप को परमेश्वर के प्रेम में बनाए रखो और अनंत जीवन के लिए हमारे प्रभु यीशु मसीह की दया की आशा देखते रहो. Keep yourself in the love of God. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. परमेश्वर के प्रेम में अपने आप को बनाए रखो. എന്നാൽ അതിനോട് ചേർന്ന് പറയുകയാണ്, ലുക്കിംഗ് ഫോർ ദ മേഴ്സി ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് അൺടു ഇറ്റേണൽ ലൈഫ്. നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കുക. और उसी के साथ लिखा गया है, अनंत जीवन के लिए हमारे प्रभु यीशु मसीह की दया की आशा देखते रहो. വേറൊരു രീതിയിൽ പറഞ്ഞാൽ നിത്യജീവനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട്. दूसरे रीति में कहा जाए तो अनंत जीवन में तुम्हें ले जाने वाले यीशु मसीह की दया के लिए देखो. നിത്യജീവനിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത് ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ കരുണയാണെന്നാണ് ഇവിടെ പറയുന്നത്. अनंत जीवन में जो तुम्हें ले जाते हैं वो यीशु मसीह की दया है, ऐसा यहाँ पर लिखा है. അപ്പോൾ ആ കരുണയ്ക്കായി എപ്പോഴും കാത്തിരിക്കുക. तो उस दया के लिए हमेशा बाढ़ जोते रहे. യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും അത് കരുണയാണ്, അതിന്റെ കൃപയാണ്. यीशु मसीह ने हमारे जीवन में जो किया वो सब दया है, उसका अनुग्रह है. നമ്മളെല്ലാം ആത്യന്തികമായി നിത്യജീവനിലായിട്ട് കാത്തിരിക്കുകയാണ്. हम सब जो है वास्तविकता में अनंत जीवन के इंतजार में है. ഇപ്പോൾ തന്നെ നമുക്ക് നിത്യജീവനുണ്ട്, എന്നാൽ ആ നിത്യജീവന്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുന്നത് യേശുക്രിസ്തുവിന്റെ വരവിന് ശേഷം യേശുവിനോടുകൂടെ ജീവിക്കുന്ന സ്വർഗീയമായ അനുഭവമാണ്. इसी समय अनंत जीवन का वो प्रयास हमारे जीवन में है, लेकिन अनंत जीवन संपूर्ण तब होगा जब हम इंतजार करने वाला यीशु मसीह आएगा और हम हमेशा के लिए मसीह के साथ वास करेंगे. അതെല്ലാം ദൈവത്തിന്റെ കരുണയാണ്, കൃപയാണ്, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ये सब परमेश्वर की दया है, उसकी करुणा है. നമ്മളെ വീണ്ടെടുത്തത് ദൈവത്തിന്റെ കരുണയാണ്. हमारा उद्धार परमेश्वर की दया है. വീണ്ടെടുത്ത നമ്മളെ വഴി നടത്തുന്നത് ദൈവത്തിന്റെ കരുണയാണ്. और हमें उद्धार करके हमें चलाने वाला, अगुवाई करने वाला यीशु मसीह की करुणा है. ഇവിടെ വിശുദ്ധ ജീവിതത്തിൽ നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്നത് അത് ദൈവത്തിന്റെ കൃപയാണ്. यहाँ पर पवित्र जीवन में हमें जो ले आता है, उन्नति देता है, वो परमेश्वर की कृपा है. ആത്യന്തികമായി ഈ ലോക ജീവിതത്തിൽ നമ്മളെ വഴി നടത്തി നിത്യജീവനിലേക്ക് കൊണ്ടുപോകുന്നത് ദൈവത്തിന്റെ കരുണയാണ്. और इस संसार में हमें चलाकर अनंत जीवन तक जो हमें ले जाता है और जो हमें प्रवेश देता है, वो परमेश्वर की करुणा है, दया है. ഒടുവിൽ സ്വർഗത്തിൽ എത്തിയാൽ തേജസ്കരണത്തിൽ നമ്മൾ തേജസ്കരിക്കപ്പെടുന്നത് അതും ദൈവത്തിന്റെ കരുണയാണ്. और आखिर में स्वर्ग के पहुंचकर जो हमारा महिमा में तबादला होता है, वो भी परमेश्वर की दया है. ഇത് എപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. കീപ് യുവർ സെൽഫ് ഓർ വെയിറ്റ് അപ്പോൺ ദ മേഴ്സി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കരുണയിൽ നമ്മൾ ഇങ്ങനെ എപ്പോഴും അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. इसके बारे में हमेशा सोचता रहना है, या फिर हमें इसको बाढ़ जोहना है, ऐसा यहाँ पर वचन लिखा है. ഒരിക്കലും ചിന്തിക്കരുത് ഇത് നമ്മൾ നേടിയെടുക്കുന്ന കാര്യമാണെന്ന്. എല്ലാം ദൈവത്തിന്റെ കരുണയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. कभी नहीं सोचना ये वो बातें हैं जो हम प्राप्त करते हैं, लेकिन ये परमेश्वर की करुणा और उसकी दया है. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ദൈവത്തിന് ഈ കാര്യത്തെ ഓർത്ത് നന്ദി കരയേറ്റുന്നവരായിരിക്കണം. और इसीलिए हमेशा परमेश्वर को इसको स्मरण करते हुए धन्यवाद देने वाले लोग होने वाले होना है. എന്നാൽ ആത്യന്തികമായി നാം കാത്തിരിക്കേണ്ടത് നമ്മുടെ നിത്യജീവന് വേണ്ടിയാണ്.
लेकिन हमें वास्तविकता में जो इंतजार करना है वो हमारे अनंत जीवन के लिए है। എപ്പോഴും എൻ്റെ മനസ്സിൽ ആ നിത്യതയിൽ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ നിത്യവാസത്തെ ആയിരിക്കണം, അതിനെയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. मेरे मन में हमेशा परमेश्वर मेरे लिए तैयार करता हुआ उस अनंतता के लिए, उस अनंत जीवन के इंतजार में मुझे होना है। അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കണം. और उसके लिए देखना या बाट जो है ना, इंतजार करने वाली एक अवस्था होना है. പക്ഷേ പലപ്പോഴും വിശ്വാസികൾ നിത്യജീവനായി അഥവാ നിത്യതയിൽ ദൈവത്തോടു കൂടെ വാഴുന്നതിനെ കാത്തിരിക്കുന്നതിൽ നിന്ന് പലപ്പോഴും പരാജയപ്പെട്ടു പോകും. लेकिन कई बार मसीह लोग जो है उस अनंतता के लिए परमेश्वर की बाट जो होने के विषय में विफल हो जाते हैं. എപ്പോഴും എൻ്റെ മനസ്സിൽ നിത്യത മാത്രമേ കാണാവൂ. हमेशा मेरे मन में केवल अनंतता होना है. ഭൂമിയിലെ കാര്യങ്ങൾ ചിന്തിച്ചും അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ വാസ്തവത്തിൽ പരാജയപ്പെട്ടവരാണ്. കാരണം നമ്മളെ വിളിച്ചിരിക്കുന്നത് നിത്യപ്രത്യാശയ്ക്ക് വേണ്ടിയാണ്. सांसारिक बातों को सोचकर संसार के अनुसार जीने वाला सच में पराजित व्यक्ति है, विफल व्यक्ति है, क्योंकि हमें बुलाया गया है उस अनंत जीवन के लिए. ഫെയ്ത്തിനെ കുറിച്ച് പറയുന്നതും അത് തന്നെയാണ്. ഫെയ്ത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണെന്നാണ്. और विश्वास के बारे में भी हम यही पढ़ते हैं, विश्वास जो है अंधे की बातों को विश्वास करना, उसका पुष्टि करना है. ആശിക്കുന്നതിന്റെ ഉറപ്പ്, आशा किया हुआ वस्तुओं का निश्चय. തിങ്സ് ദാറ്റ് ഈസ് ഹോപ്പ് ഫോർ, ദാറ്റ് ഈസ് എന്റെ പ്രത്യാശയുടെ ഉറപ്പാണ്. तो आशा किए हुए वस्तुओं का मेरा दृढ़ निश्चय. എന്താണ് എന്റെ പ്രത്യാശ? क्या है मेरी आशा? എന്റെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. मेरी आशा मेरा यीशु मसीह का दूसरा आगमन है और कुछ नहीं. അവന്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കമാണ്, അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അതാണ് ഇവിടുത്തെ കാത്തിരിപ്പ് എന്ന് പറയുന്നത്. उसके आगमन के लिए मुझे देखते रहना है या बाट जो होना है, वो यहाँ पर जो लिखा है. പഴയ കാലത്ത് വിശുദ്ധന്മാരെല്ലാം കാത്തിരുന്നത് കർത്താവിന്റെ വരവിന് വേണ്ടി, അല്ലാതെ വേറെ ഒന്നിനുമല്ല. ഇവിടെ എന്തെങ്കിലും കിട്ടാനൊന്നും അല്ല അവർ കാത്തിരുന്നത്. पुराना नियम के भक्त लोग सब यीशु मसीह के आगमन के इंतजार में थे, यहाँ पर संसार में कुछ पाने के लिए, हासिल करने के लिए नहीं. നമുക്കറിയാം, രണ്ട് വിശ്വാസികൾ കണ്ടാൽ അന്ന് അവര് കാണുമ്പോൾ ശാലോം അല്ലെങ്കിൽ സമാധാനം പറയുമെങ്കിലും പിരിയുമ്പോൾ അവർ പറയുന്ന വാചകം എപ്പോഴും മാറാൻ ആധാ. ദാറ്റ് മീൻസ് നമ്മുടെ കർത്താവ് വരുന്നു എന്നുള്ളതാണ്. और हम जानते हैं दो विश्वासी जन एक साथ जब मिलते हैं, तो जब मिलते हैं उस समय शालोम या परमेश्वर की शांति बना रहे कहते हैं, लेकिन जब वो दूर जाते हैं, जब वो जाते हैं तो कहते हैं मारानाथा. കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കാത്ത ഒരു നിമിഷം പോലും ആദിമ വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. यीशु मसीह के आगमन को भूलकर जीने वाला ऐसा एक भी क्षण पुराने नियम के विश्वासियों के जीवन में नहीं था. രണ്ട് വിശ്വാസികൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ അവർ എപ്പോഴും പറയുന്നത്, അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവാണ്. दो विश्वासी जन अगर भेंट करते हैं तो हमेशा उनका बातचीत का विषय हमारा यीशु मसीह जो जल्द आने वाला है उसके बारे में है. ഇപ്പൊ നമുക്കുള്ള പ്രശ്നം, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കാത്തിരിക്കാനുണ്ട്. आज हमारा समस्या, हमें बहुत से चीजों को हम राह देखते हैं. ഇവിടെ തന്നെ നമുക്ക് ഒത്തിരി ഭാവി, നമ്മൾ ഭാവി എന്നെല്ലാം പറയുന്നത്, എൻ്റെ കുഞ്ഞിന്റെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഭാവി ഭാവി എന്ന് പറയുന്നതെല്ലാം ഇന്ന് മനുഷ്യന്റെ മനസ്സിൽ ഇവിടെ കുറച്ച് കാശുണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. और आज भविष्य के बारे में देखा जाए तो बच्चों की भविष्य के बारे में, हमारी भविष्य के बारे में, और ये भविष्य जो भी हम कहते हैं केवल यहाँ पर कुछ हासिल करने के बारे में हम कहते हैं. എന്റെ ഭാവി എന്ന് പറയുന്നത് കർത്താവിന്റെ വരവാ, എനിക്ക് വേറെ ഒരു ഭാവി ഇവിടെ വേണ്ട. मेरा भविष्य जो है मेरा यीशु मसीह का आगमन है, और कोई भविष्य मुझे नहीं चाहिए. അവൻ വരും, അവൻ എന്നെ ചേർത്തുകൊള്ളും, അവനോട് ചേർന്ന് ഞാൻ യുഗായുഗങ്ങൾ അവനോട് കൂടെ വാഴും. അതാണ് എന്റെ പ്രത്യാശ. वो आएगा, मुझे संग ले जाएगा, मैं उसके साथ युगानुयुग राज्य करेगा, ये मेरी आशा है. എല്ലാ സഭകളും ഈ പ്രത്യാശയിൽ വേണം ജനങ്ങളെ ഒരുക്കുവാൻ. और तमाम कलीसिया इसी आशा में सब लोगों को अब तैयार करना है. അങ്ങനെ കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നതായ ഒരു അനുഭവമാണ് നമുക്ക് അനിവാര്യമായിരിക്കുന്നതായ കാര്യം. ऐसे परमेश्वर की आगमन के लिए बाट जो होते रहना, ये हमारे लिए अनिवार्य और महत्वपूर्ण है. അതുകൊണ്ട് നമ്മൾ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമ്മളെ തന്നെ പണിയണം.
इसलिए अति पवित्र विश्वास में हमें अपने आप की उन्नति करना है। അതേപോലെ തന്നെ നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. उसी तरह से पवित्र आत्मा में प्रार्थना करना है। എന്ന് തന്നെയല്ല, നമ്മുടെ പ്രത്യാശ മാറിപ്പോകരുത്. നമ്മുടെ പ്രത്യാശ എപ്പോഴും അവന്റെ വരവ് എന്നുള്ളതാണ്, നിത്യജീവനായി പ്രത്യാശിച്ചുകൊണ്ട്. इतना ही नहीं, हमारी आशा कभी बदलना नहीं है। हमारी आशा हमेशा हमारा यीशु मसीह की आगमन में होना चाहिए। അവന്റെ കരുണയ്ക്കായി അപേക്ഷിക്കുക. उसकी करुणा के लिए विनती करें। എന്നാൽ അതോട് ചേർന്ന് പറയുന്ന ഒരു വാചകം അവിടെ ഉണ്ട്, കീപ് യുവർ സെൽഫ് ഇൻ ദ ലവ് ഓഫ് ഗോഡ്. ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. उसके साथ और एक वचन वहां पर लिखा है कि परमेश्वर के प्रेम में बने रहो। ഒരു പാരഫ്രൈസ് വേർഷൻ പറഞ്ഞത്, സ്റ്റേ വിതിൻ ദ ബൗണ്ടറീസ് വേർ ഗോഡ്സ് ലവ് ക്യാൻ റീച്ച് ആൻഡ് ബ്ലസ് യു. ദൈവ സ്നേഹത്തിന് എത്തിപ്പിടിക്കുവാൻ കഴിയുന്ന പരിധിക്കുള്ളിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. दूसरा एक अनुवाद में ऐसा लिखा गया है कि परमेश्वर की उस सीमा में बने रहो जहां पर परमेश्वर का प्रेम तुम तक पहुंच सकता है। കർത്താവ് നമ്മളെ സഹായിക്കാൻ നോക്കിയിരിക്കുക. परमेश्वर हमारी मदद करने की बाट जो हो रहा है, इंतजार करता है। നമുക്ക് വേണ്ടി അവൻ സ്വർഗം വരെ ഒരുക്കി വെച്ചിരിക്കുക. हमारे लिए उसने स्वर्ग भी तैयार करके रखा है। പക്ഷേ നമ്മുടെ വലിയൊരു ഉത്തരവാദിത്വം ഉണ്ട്. ആ കർത്താവിന്റെ സ്നേഹം നമ്മളെ എത്തിപ്പിടിക്കുന്ന പരിധിയിൽ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം. लेकिन हमारी एक जिम्मेदारी है, वो परमेश्वर का प्रेम जहां हमें पकड़ सके उस सीमा के भीतर हमको रहना है। കർത്താവ് നമുക്ക് വേണ്ടി ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇനി നമുക്ക് എതിരെ പോയാലും കുഴപ്പമില്ലെന്ന് ചിന്തിക്കരുത്. परमेश्वर मेरे लिए ये सब तैयार करके रखा है, इसलिए मैं कैसे भी चलूं तो कोई बात नहीं, ऐसा नहीं सोचना। നമ്മുടെ ജീവിതത്തിൽ ഇച്ചിരി പാളിച്ചയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ദൈവം ക്ഷമിച്ചെന്നിരിക്കും. हमारे जीवन में छोटी मोटी गलती हो जाए तो हो सकता है परमेश्वर क्षमा कर दे। പക്ഷേ ദൈവത്തിന്റെ ക്ഷമ നമ്മൾ പരീക്ഷിക്കരുത്. लेकिन परमेश्वर की क्षमा की हम इम्तिहान नहीं लेना। There is a point, സാധാരണ ഇംഗ്ലീഷിൽ ഒരു വാക്കുണ്ട്, the point of no return എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. अंग्रेजी में कहते हैं कि जहां से लौट नहीं आ सकते उस बिंदु। അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. എനിക്ക് എന്റെ കപ്പാസിറ്റി, എന്റെ നീന്താനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണെന്ന് ചിന്തിക്കുക. അത്രയൊന്നും കപ്പാസിറ്റി എനിക്കില്ല, മിക്കവാറും ഉള്ളവർക്ക് ആർക്കും ഇല്ല. എങ്കിലും ഞാൻ പറയുകയാണ്, 1 കിലോമീറ്റർ നീന്താനുള്ള കപ്പാസിറ്റി എനിക്കുണ്ടെന്ന് വെക്കുക. अब इसको समझाने के लिए एक बात कहता हूँ। मान लीजिए आपको 1 किलोमीटर तैरने की क्षमता है। അങ്ങനെ ഞാൻ കടലിലേക്ക് നീന്താൻ പോകുകയാണ്. और इस तरह से मैं समंदर में तैरने के लिए जाता हूँ। 1 കിലോമീറ്റർ നീന്താൻ എനിക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ 1/2 കിലോമീറ്ററിൽ ഞാൻ തിരിച്ചു നീന്തണം, ഇല്ലെങ്കിൽ എന്റെ ജീവിതം തീർന്നു. और 1 किलोमीटर तैरने की मेरी क्षमता है तो आधे किलोमीटर से मुझे लौटना है। अगर मैं नहीं लौटता तो मैं वापस नहीं आ सकता। ആ 1/2 കിലോമീറ്ററിന് പറയുന്നതാണ് പോയിന്റ് ഓഫ് നോ റിട്ടേൺ. वो आधा किलोमीटर जो है वो मेरा पॉइंट ऑफ नो रिटर्न है। നമ്മൾ ചിന്തിക്കുന്നത് 1 കിലോമീറ്റർ കഴിയുമ്പോഴാ പോയിന്റ് ഓഫ് നോ റിട്ടേൺ. लेकिन हम सोचते हैं 1 किलोमीटर के बाद पॉइंट ऑफ नो रिटर्न है। അങ്ങനെയല്ല. നമ്മള് ദൈവ സ്നേഹത്തിൽ നിന്ന് എങ്ങോട്ടെങ്കിലും വ്യതിചലിച്ചാൽ ഓർത്തോണം, ചിലപ്പോൾ അറിയാതെ നമ്മൾ പോയിന്റ് ഓഫ് നോ റിട്ടേൺ കടന്നു പോയാൽ പിന്നീട് നിങ്ങൾക്ക് മടങ്ങി വരാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. तो कभी अगर हम ऐसा जाते हैं तो हम स्मरण करना, अगर हम परमेश्वर से इस तरह भटक जाते हैं जहां से हम वापस लौट नहीं सकते, बहुत मुश्किल अवस्था है। നമ്മുടെ ജീവിതത്തിൽ ഒരു ബലഹീനത ഉണ്ടായാൽ യോഹന്നാന്റെ ലേഖനം 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ പാപം ചെയ്തുവെങ്കിൽ അവിടെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ അവൻ നമ്മളോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും. पहला यूहन्ना 1:9, यदि हम अपने पापों को मान ले तो वह हमारे पापों को क्षमा करने और हमें सब अधर्म से शुद्ध करने में विश्वास योग्य और धर्मी है। അത് പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല. നമ്മൾ ഏതെങ്കിലും കാരണവശാൽ പാപത്തിൽ വീണാൽ ഒട്ടനെ തന്നെ ഓടിപ്പോകണം ദൈവസന്നിധിയിൽ, എന്നിട്ട് പാപത്തെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. तो वो पाप करने की अनुमति नहीं है, लेकिन अगर कई गलती से या किसी कारणवश पाप कर देते हैं तो दौड़कर परमेश्वर के पास आकर मान लेना और माफी मांगना है.
എന്നാൽ ഞാൻ പാപം ചെയ്തിട്ടും ദൈവം എന്നെ ശിക്ഷിച്ചു ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഇനി 2 കൂടെ ചെയ്താലും കുഴപ്പമില്ലെന്ന് ഒരുത്തൻ ചിന്തിച്ചാൽ അവൻ പോയിന്റ് ഓഫ് നോ റിട്ടേൺ കടന്നു പോകുന്ന, പരിധി വിട്ടു പോകുന്ന ഒരു അവസ്ഥ എപ്പോഴെങ്കിലും ഉണ്ടാകും. अब अगर सोच ले कोई कहता है कि मैंने पाप किया लेकिन परमेश्वर ने मुझे कोई शिक्षा या दंड नहीं दिया, ये सोचकर आगे भी वो पाप करता है, तो हो सकता है ऐसा समय आ जाए जहां पर परमेश्वर की क्षमा की सीमा के बाहर हो जाए. ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ, ദൈവസ്നേഹത്തിന്റെ പരിധിക്കുള്ളിൽ നമ്മളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. परमेश्वर के प्रेम के उस सीमा के अंदर हमें अपने आप को सुरक्षित रखना है. ആ പാരഫ്രൈസ് വേർഷൻ പറയുന്നത് വളരെ ക്ലിയർ, സ്റ്റേ വിതിൻ ദ ബൗണ്ടറി വേർ ഗോഡ്സ് ലവ് ക്യാൻ റീച്ച് ആൻഡ് ബ്ലെസ് യു. पैराफ्राइज जो वर्षन है उसमें सही लिखा है कि उसमें अच्छे से लिखा है, स्पष्ट किया है, परमेश्वर के उस प्रेम की सीमा के अंदर बने रहे जहां पर उसका प्रेम तुम्हें पहुंचकर आशीष दे सके. നമ്മൾ പാപം ചെയ്യുമ്പോൾ ചിലപ്പോൾ ദൈവം ദയ കാണിച്ചെന്നിരിക്കും, കരുണ കാണിച്ചെന്നിരിക്കും. जब हम पाप करते हैं हो सकता है परमेश्वर दया करे, करुणा करे, പക്ഷേ ആ കരുണയെ നമ്മൾ മുതലെടുക്കരുത്. लेकिन उस करुणा का हम गलत फायदा नहीं उठाना. എന്തിനാണ് ദൈവം നമ്മുടെ പാപങ്ങളെ പലപ്പോഴും ക്ഷമിക്കുന്നതെന്നറിയാമോ? ഓടിച്ചെന്ന് ദൈവസന്നിധിയിൽ ക്ഷമ പറയാനും ജീവിതത്തെ ക്രമീകരിക്കാനും വേണ്ടിയാണ്. क्यों परमेश्वर हमारे पापों को कई मर्तबा क्षमा करता है? ताकि हम दौड़कर परमेश्वर के पास आकर अपनी गलती को मान ले और पाप को क्षमा मांग ले. റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് വായിക്കും. रोमा की पत्री 2 उसका 2 से 4. അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്നറിയാതെ നീ അവന്റെ ക്ഷമ, ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? റോമർ 2:4. रोमर की पत्री 2 का 4. क्या तो उसकी कृपा और सहनशीलता और धीरज रूपी धन को तुच्छ जानता है, और क्या यह नहीं समझता कि परमेश्वर की कृपा तुझे मन फिराव को सिखाती है. ദൈവം ദയ കാണിക്കുമ്പോൾ ആ ദയ നമ്മളെ മാനസാന്തരത്തിലേക്ക് നടത്തണം. परमेश्वर जब दया दिखाता है तो वो दया हमें मन फिराव की ओर ले चलना है. അതിന് ദൈവം തരുന്ന ഒരു അവസരമാണ് ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നത്. उसके लिए परमेश्वर एक मौका देता है हमें, जो अपने पापों को वो क्षमा करता है. എന്നാൽ അതിന്റെ അടുത്ത വാക്യം 5-ാം വാക്യത്തിൽ, എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുത്തുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരദിച്ചു വെക്കുന്നു. उसी अध्याय के 5वें आयत में लिखा है, पर अपनी कठोरता और हठील मन के अनुसार उसके क्रोध के दिन के लिए जिसमें परमेश्वर का सच्चा न्याय प्रकट होगा, अपने निमित्त क्रोध कमा रहा है. നോക്കുക, നമ്മുടെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും ദൈവത്തിന്റെ ക്ഷമയെ തിരസ്കരിക്കുന്നുവെങ്കിൽ ദൈവ കോപം ഉണ്ടാകും എന്നാ പറയുന്നത്. ആ കോപം ചരദിച്ചു വെക്കുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്. परमेश्वर में हमारी जो है, हम कठोर मन के वजह से या हटील होने के वजह से, वहां पर लिखा है परमेश्वर का क्रोध को हम कमा लेते हैं. എല്ലാം കൂടെ ഒടുവിൽ എല്ലാം കൂടെ ഒരുമിച്ച് നിന്റെ തലേ വീഴും. सब कुछ एक साथ तुम्हारे सर पर आ जाएगा. ദൈവത്തിന്റെ കോപത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന ദിവസം, അവന്റെ കോപ ദിവസത്തിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമെന്ന്. जिस परमेश्वर की सच्चा न्याय प्रकट होगा उस दिन ये सब एक साथ तेरे सर पर आ जाएगा. ഈ പണ്ടൊക്കെ നമ്മളെ ഈ പോലീസുകാർ വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഫൈൻ അടയ്ക്കണമായിരുന്നു. पहले अगर गाड़ी पकड़ते हैं तो इंडिया में जो ट्रैफिक पुलिस है वो उसी समय फाइन लेते थे, पर्ची फाड़ते थे. എന്നാല് ഇപ്പോഴ് അങ്ങനെ അന്നേരം പോലീസ് പിടിക്കത്തില്ല. लेकिन अब जो है उस समय में पुलिस फाइन नहीं लेता. അപ്പോ നമ്മൾ ഓവർ സ്പീഡ് പോയി, അല്ലെങ്കിൽ വൺ വേ തെറ്റിച്ചു, ഇതൊക്കെ പക്ഷെ ഇതെല്ലാം ക്യാമറയിൽ കിടപ്പുണ്ട്. तो हमने गलत राह में चला या ओवर स्पीड किया या वन वे नो एंट्री में हम चले गए, ये सब तभी हमें फाइन नहीं मिलता, लेकिन कैमरा में सब कुछ कैद होता है. നമ്മൾ പറയാണെന്ന് വെച്ചോ, ഞാൻ വൺ വേ തെറ്റിച്ചിട്ടും എന്നെ പോലീസ് പിടിച്ചില്ല, അതുകൊണ്ട് ഇനി വൺ വേ തെറ്റിച്ചാൽ കുഴപ്പമില്ലെന്ന്. अभी सोच लो, हम कहते हैं कि मैं वन वे में से गुजर गया लेकिन कुछ नहीं हुआ, किसी ने मुझे फाइन नहीं दिया, तो मैं अब वन वे में से जा सकता हूँ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചിരിക്കുക. നിന്റെ ലൈസൻസ് പുതുക്കാൻ ചെല്ലുകയോ വണ്ടികളെ പേപ്പർ ശരിയാക്കാൻ ചെല്ലുമ്പോഴറിയാം നമുക്ക് നമ്മുടെ മണ്ടയ്ക്കോട്ട് വലിയൊരു എമൗണ്ട് വന്ന് വീഴുന്നത്. ചരദിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാ.
लेकिन ये सब वहां पर जमा करके रखा हुआ जाता है। और कभी जब आप अपना लाइसेंस को रिन्यू करने जाएंगे या गाड़ी का रजिस्ट्रेशन को रिन्यू करने जाएंगे, कोई कागज पत्र के लिए जाएंगे, उस समय पता चलता है कि ये पूरा जमा किया हुआ बाद आपके सर पर आता है। इसको कमा के रखना कहते हैं। അതുപോലെ ദൈവം ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതായ പാപങ്ങളെയൊക്കെ അന്നേരം ശിക്ഷിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലാന്ന് ചിന്തിക്കരുത്, എല്ലാം കൂടെ കൂട്ടി വെച്ചിരിക്കുകയാണെന്നാണ് പൗലോസ് കൂടെ പറയുന്നത്. इसीलिए कई करतबा हमारी गलतियों का दंड तुरंत हमें नहीं मिलता। इसका मतलब ये नहीं कि परमेश्वर हमें क्षमा कर दिया है, लेकिन ये सब एक साथ हमारे सर पे आ सकता है। 6ാമത്തെ വാക്യത്തിൽ അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. 6 आयत, वो हरेक को उसके कामों के अनुसार बदला देगा। അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവസ്നേഹത്തിൽ ആ ദൈവത്തിന്റെ സ്നേഹം എത്തിപ്പിടിക്കാവുന്ന പരിധിക്കുള്ളിൽ നമ്മളെ തന്നെ സൂക്ഷിക്കണം. इसलिए हमें क्या करना है? परमेश्वर का प्रेम हमारे में पहुंच सके, उस सीमा के भीतर हमको रहना है। അതേപോലെ റോമാലേഖനം 11-ാം അധ്യായത്തിൽ അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ रोमर की 11 उसका 22वां अध्याय आयत, ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക, വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും, നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. इसलिए परमेश्वर की कृपा और कड़ाई को देखो, जो गिर गए उन पर कड़ाई, परंतु तुम पर कृपा, यदि तू उसमें बना रहे, नहीं तो तू भी काट डाला जाएगा। അവിടെ റോമാലേഖനത്തിന്റെ 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ശരിക്കും കൊമ്പുകളെ, ഇസ്രായേൽ മക്കളെ മാറ്റിയിട്ട് വിജാതീയരായ ആളുകളെ ദൈവം ചേർക്കുന്ന കാര്യമൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് പറയുന്ന ഒരു കാര്യം അതിന്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവ് വൃക്ഷത്തിന്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു എങ്കിലോ. तो वहां पर 17 आयत में हम देखते हैं, और यदि कोई एक डाली तोड़ दी कोई, और तू जंगली जलपाई होकर उनमें साटा गया है, पर जलपाई की जड़ की चिकनाई की भागा हुआ, तो കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. डालियों पर घमंड न करना। പ്രശംസിക്കുന്നവൻ നീ വേരിനെ അല്ല വേർ നിന്നെ അത്ര ചുമക്കുന്നതെന്ന് ഓർക്കുക. और यदि तू घमंड करे तो जान रख कि तू जड़ को नहीं, परंतु जड़ तुझे संभालती है। 21-ാമത്തെ വാക്യത്തിൽ സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. 21वां आयत, क्योंकि जब परमेश्वर ने स्वाभाविक डालियों को ना छोड़ी तो तुझे भी ना छोड़ेगा। അതുകൊണ്ട് നമുക്ക് യാതൊരു രീതിയിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോകാൻ പറ്റില്ല. ദൈവസ്നേഹം എത്തിപ്പിടിക്കാവുന്ന പരിധിക്കുള്ളിൽ നമ്മളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. इसलिए समस्या नहीं है ऐसा कहकर हम आगे निकल नहीं सकते। परमेश्वर का प्रेम जहां हमें छू सकता है, पकड़ सकता है, उस सीमा के भीतर रहना, उसके बाहर नहीं जाना। അപ്പോൾ 4 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. 4 बातों को हमने यहाँ पर सीखा। ഒന്ന്, നമ്മൾ നമ്മളെ തന്നെ അതിവിശുദ്ധ വിശ്വാസത്തിൽ ബിൽഡ് ചെയ്യണം. पहला, हम अपने आप को अति पवित्र विश्वास या आस्था में उन्नति करना। അത് മാത്രം പോരാ, നമ്മൾ എപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിക്കണം. इतना ही नहीं, दूसरा हमेशा आत्मा में प्रार्थना करना। ആത്മാവ് നമുക്കൊരു യാഥാർത്ഥ്യമായിരിക്കണം. आत्मा हमारे लिए एक सच्चाई बनना है। ആത്മാവ് എന്റെ കൂടെ നടക്കുകയും എന്നിൽ വസിക്കുകയും എന്നിൽ ഇരിക്കുകയും വേണം. आत्मा मेरे साथ चलना है, मेरे भीतर होना है, मुझ में वास करना है। 24 മണിക്കൂറും 366 ദിവസവും ആത്മാവിനെ അനുഭവിച്ചുകൊണ്ട് വേണം ഞാൻ ജീവിക്കാൻ. 2400 घंटे 366 दिन आत्मा का अनुभव करते मुझे जीना है। ആ ആത്മാവാണ് എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. और वो आत्मा मुझे प्रार्थना करने के लिए सिखाता है, अगुवाई देता है। ആ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ഞാൻ ജീവനിലേക്ക് പ്രവേശിക്കുകയാണ്. और उस आत्मा का पालन करके मैं जब चलता हूं तो मैं जीवन में प्रवेश करता हूं। ആ ആത്മാവ് എന്റെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി ആ ആത്മാവിൽ ഞാൻ ജീവിക്കണം. और वो आत्मा मेरे जीवन से अलग ना करने पाए, इस तरह से उस आत्मा में मुझे जीना है। ആത്മാവിനെ അനുസരിച്ച് നടക്കണം. आत्मा को मानकर चलना है। ആത്മാവ് പറയുന്നത് കേൾക്കണം. आत्मा जो कहते हैं उसको मानना है। ആത്മാവ്
ആത്മാവിൽ ജീവിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ അനുസരിക്കണം. आत्मा में जीकर मुझे परमेश्वर की आज्ञा मानना है. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ ഞാൻ ജഡത്തിന്റെ ഇഷ്ടം നിർവഹിക്കത്തില്ല. आत्मा के अनुसार अगर चलेगा, उसकी अगुवाई मानेगा, तो मैं शरीर की इच्छाओं को पूरा नहीं करूंगा. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് എന്റെ പ്രാർത്ഥന യഥാർത്ഥത്തിൽ ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥനയാകുന്നത്. आत्मा में जब मैं प्रार्थना करूं, तब मेरी प्रार्थना सही मायने में परमेश्वर की हित के अनुसार होता है. അത് മാത്രമല്ല, നമ്മൾ കണ്ടതുപോലെ ആ വരുവാൻ പോകുന്ന ആ സ്വർഗത്തിന് വേണ്ടി, നിത്യ ജീവന് വേണ്ടിയുള്ള പ്രത്യാശയിൽ ഞാൻ ജീവിക്കണം. इतना नहीं, आने वाले उस स्वर्ग के लिए, उस अनंतता के लिए, उस आशा में मुझको जीना है. എന്നാൽ അത് മാത്രം പോരാ, ദൈവ സ്നേഹത്തിന്റെ പരിധിക്കുള്ളിൽ എന്നെ തന്നെ സൂക്ഷിക്കണം. എന്റെ പരിധി വിട്ടുപോകരുത്. लेकिन इतना ही काफी नहीं है, उस परमेश्वर की प्रेम की सीमा के अंदर मुझे बने रहना है. उस सीमा को लांघ कर नहीं जाना है. ആ ദൈവികതയിൽ ജീവിക്കാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവം ദയ കാണിക്കുമ്പോൾ അതിനെ ഞാൻ മുതലെടുക്കരുത്. उस ईश्वरता में जीने के लिए अपने आप को सौंपना है. परमेश्वर की दया को मुझे गलत इस्तेमाल नहीं करना है. എപ്പോഴും ആ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പരിധിക്കുള്ളിൽ, പോയിന്റ് ഓഫ് നോ റിട്ടേൺ ഒരിക്കലും കടക്കരുത്. ആ ദൈവ സ്നേഹത്തിന്റെ പരിധിക്കുള്ളിൽ എപ്പോഴും എന്നെ തന്നെ സൂക്ഷിക്കണം. हमेशा उस परमेश्वर की प्रेम की सीमा के भीतर मुझे अपने आप को संभालना है. कभी भी उस सीमा को छोड़कर नहीं जाना है. कभी भी वापस ना लौटने के उस बिंदु पर हमको नहीं पहुंचना है. परमेश्वर की प्रेम जहां हम तक पहुंचे, उस सीमा के भीतर हमको रहना है. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. परमेश्वर आप लोगों को सहायता करे.